ഈ മൾട്ടിവേഴ്സിനെല്ലാം പുറത്ത് ചിലരുണ്ട്, അവരെ ബിയോണ്ടേഴ്സ് എന്ന് പറയും. എന്നാൽ അവരിപ്പോൾ എല്ലാ മൾട്ടിവേഴ്സിനെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ യൂണിവേഴ്സും നശിച്ചു. ഇപ്പോൾ രണ്ടേ യൂണിവേഴ്സ് മാത്രമാണ് ബാക്കിയുള്ളത്. എർത്ത് 616 ആയ നമ്മുടെ മാർവൽ യൂണിവേഴ്സും അൾട്ടിമേറ്റ് യൂണിവേഴ്സും. ഒട്ടും വൈകാതെ തന്നെ അവ രണ്ടും കൂട്ടിയിടിച്ച് രണ്ടും നശിക്കും. ഈ കൂട്ടിയിടി തടയാൻ വേണ്ടിയിട്ട് അവഞ്ചേഴ്സും ക്യാപ്റ്റൻ അമേരിക്കയെല്ലാം ഇൻഫിനിറ്റി ഗോൺലെറ്റ് വെച്ചിട്ട് അതിനെ തടയാൻ ശ്രമിച്ചു. എന്നാൽ ആ ശ്രമത്തിൽ ഇൻഫിനിറ്റി സ്റ്റോൺസ് പോലും പൊടിഞ്ഞ് തവിടുപൊടിയായി. ഇതിനെല്ലാം കാരണമായ ബിയോണ്ടേഴ്സിനെ കണ്ടുപിടിച്ച് കൊല്ലാൻ പോയ അൾട്ടിമേറ്റ് യൂണിവേഴ്സിലെ തോറിനും ടീമിനും എന്താ പറ്റിയെന്ന് ആർക്കും ഒരു അറിവുമില്ല. ഇപ്പം രണ്ട് യൂണിവേഴ്സിലെ ഹീറോസിന് മുമ്പിൽ രണ്ട് വഴികളാണുള്ളത്. ഒന്ന്, അവർ തന്നെ നശിപ്പിച്ച് മറ്റേ യൂണിവേഴ്സിലുള്ളവരെ രക്ഷിക്കണം. മറ്റൊന്ന്, അവർക്കെതിരെയുള്ള യൂണിവേഴ്സിനെ അവർ നശിപ്പിച്ച് അവർ സ്വയം രക്ഷപ്പെടണം. പക്ഷെ സമയം കടന്നുപോയിരിക്കുന്നു, നാശം അടുത്തെത്തി കഴിഞ്ഞു. പക്ഷേ ഈ രണ്ട് വഴികൾ മാത്രമല്ലായിരുന്നു. ഈ നാശത്തെ അതിജീവിക്കാൻ ഒരാൾക്ക് കൂടി പറ്റുമായിരുന്നു. ആരാണ് അയാൾ? ഐ മീൻ വാട്ട് ഈസ് ഹി? അത് ഒരു അവതാരമാണ്. ഹീറോ ആണോ? അല്ല, വില്ലൻ. രണ്ട് യൂണിവേഴ്സുകൾ കൂട്ടിയിടിച്ച് നശിക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ ഇതിനെല്ലാം കാരണമായ ബിയോണ്ടേഴ്സിനെ തപ്പി മൾട്ടിവേഴ്സിൻ്റെ ഒരു ഭാഗത്തിലെത്തിയിരിക്കുകയാണ് ഡോക്ടർ ഡൂം, ഡോക്ടർ സ്ട്രേഞ്ച്, പിന്നെ മോളിക്യൂൾ മാനും. ഇതിനു മുമ്പും ബിയോണ്ടേഴ്സിനെ തപ്പിപ്പോയ തോറും ടീമും ഒരു അഡ്രസ്സ് പോലും ഇല്ലാതെ മറഞ്ഞുപോയി. എന്നിട്ടും ഇവർ ധൈര്യത്തോടെ അവിടെ വന്നിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവർക്ക് മുകളിലായിട്ട് വലിയൊരു വെളിച്ചം വരുന്നു. ആ വെളിച്ചത്തിൽ നിന്ന് ഒരു ശബ്ദവും കേൾക്കുന്നു. ഞങ്ങളാണ് ഡ്രീമേഴ്സ്, ബിയോണ്ടേഴ്സ്, എല്ലാത്തിനും മുകളിലുള്ളവർ. ഞങ്ങൾക്ക് നേരെ നിൽക്കാൻ ആർക്കുണ്ടടാ ധൈര്യം എന്ന് പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കുണ്ടടാ നിന്നെ എതിർക്കാനുള്ള ധൈര്യം എന്ന് പറഞ്ഞ് നെഞ്ചു മിരിച്ച് നിൽക്കുകയാണ് നമ്മുടെ ഡൂമണൻ. പിന്നല്ല. പിന്നെ കാണിക്കുന്നത് എർത്ത് 1610 ആണ്, അതായത് നമ്മുടെ അൾട്ടിമേറ്റ് എർത്ത്. അവിടുത്തെ നിക് ഫ്യൂരി അവിടെയുള്ള റീഡ് റിച്ചേർഡ്സിനെ വിളിച്ചിട്ട് ഈ നടക്കാൻ പോകുന്ന നാശത്തെക്കുറിച്ച് പറയാണ്. പക്ഷേ ഈ റീഡ് റിച്ചേർഡ്സ് നമ്മുടെ യൂണിവേഴ്സിലെ പോലെ ഒരു നല്ലവനായിരുന്നില്ല, പുള്ളി ഒരു വില്ലനായിരുന്നു. ആ എർത്തിൽ എല്ലാവരും അവനെ വിളിച്ചുകൊണ്ടിരുന്നത് മേക്കർ എന്നായിരുന്നു. അങ്ങനെ മേക്കർ നിക് ഫ്യൂറിനോട് പറയാണ്, ഈ നാശത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, നമുക്കെതിരെയുള്ള ആ ഭൂമിയെ നമ്മൾ നശിപ്പിക്കണം. അങ്ങനെയെങ്കിൽ നമുക്കും നമ്മുടെ യൂണിവേഴ്സിനും രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറയാണ്. ഇത് കേട്ടിട്ട് നിക് ഫ്യൂരിൻ്റെ അടുത്തുള്ള ഹോക്കോയ് ചോദിക്കുകയാണ്, വെൽ ഫ്യൂരി, ഇവൻ അത്ര നല്ല പുള്ളിയൊന്നല്ലാന്ന് അറിയാലോ, ഇവൻ പറയുന്നത് കേൾക്കണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ഫ്യൂരി പറയാണ്, വെൽ അവൻ പറയുന്നത് കേൾക്കുകയല്ലാതെ ഇപ്പം നമുക്ക് എന്താ വേറെ വഴിയുള്ളതെന്ന് ചോദിക്കുകയാണ്. നമ്മുടെ യൂണിവേഴ്സിലുള്ളവരെ നമുക്ക് രക്ഷിച്ചേ പറ്റൂ, അതിനുവേണ്ടി ആ യൂണിവേഴ്സിനെ നമ്മൾ നശിപ്പിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ആ യൂണിവേഴ്സിനെ നശിപ്പിക്കാൻ വേണ്ടി ഷീൽഡിന് ഓർഡർ കൊടുക്കുകയാണ് നിക് ഫ്യൂരി. ഉടനെ തന്നെ അൾട്ടിമേറ്റ് എർത്തിലെ സകല പവർഫുൾ ആൻഡ് ഡേഞ്ചറസ് വെപ്പൺസുമായിട്ടുള്ള ഹെലി കാരിയേഴ്സ് നമ്മുടെ മാർവൽ എർത്തിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. ഇപ്പോഴത്തെ അൾട്ടിമേറ്റ് എർത്തിലെ താനോസ് മേക്കറിനോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് അവരോട് കള്ളം പറഞ്ഞതെന്ന്. അപ്പം മേക്കർ പറയാണ്, ഈ രണ്ട് യൂണിവേഴ്സുകളും നശിക്കുന്നത് ആർക്കും തടുക്കാൻ പറ്റില്ല, എന്നാൽ അതിൽ നിന്ന് നമുക്ക് മാത്രം രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊരു ഷിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിന് എനിക്ക് ഇനിയും സമയം വേണം. അതിൽ നിന്ന് ഇവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞതെന്ന് പറയാണ്. അതാവുമ്പോൾ ഈ ഷിപ്പ് ഉണ്ടാക്കി കഴിയുന്നത് വരെ ഇവർ തമ്മിലുള്ള യുദ്ധം കണ്ടിട്ട് നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആവുമല്ലോ എന്ന് പറയാണ്. നീ ഒരു ഇരട്ടിപ്പറ ചെറ്റ തന്നെടാ പട്ടി. അങ്ങനെ ഇപ്പുറത്ത് നമ്മുടെ അൾട്ടിമേറ്റ് എർത്തിൽ നിന്ന് വന്ന എല്ലാ ഹെലിക്കേരിയസും നമ്മുടെ മാർവൽ എർത്തിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോസ് ചൊറിയും കുത്തി നോക്കിയിരിക്കുമോ, അവരും അങ്ങ് ഇറങ്ങി അടിക്കുകയാണ്. അങ്ങനെ ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മാർവൽ എർത്തിലെ റീഡ് റിച്ചേർഡ്സ് പുള്ളിയും മേക്കർ ഉണ്ടാക്കിയ പോലെ ഒരു ഷിപ്പ് ഉണ്ടാക്കുകയാണ്. പക്ഷേ മറ്റേ മേക്കർ തണ്ടിനെ പോലെ ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ മച്ചാൻ ഈ ഷിപ്പ് ഉണ്ടാക്കിയത്. പുള്ളിയുടെ കൂടെ പറ്റാവുന്ന അത്രയും ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് റീഡ് റിച്ചേർഡ്സ് ഈ ഷിപ്പ് ഉണ്ടാക്കിയത്. അങ്ങനെ താഴെ ആ ഫൈറ്റ് നടക്കുന്ന സ്ഥലത്ത് നമ്മുടെ സൈക്ലോപ്സ് വലിയ 2 സെൻറ്റിനൽസുമായിട്ട് വരികയാണ്. പുള്ളിയുടെ കയ്യിലാണെങ്കിൽ എന്തോ മുട്ട പോലത്തെ ഒരു സാധനമുണ്ട്. എന്നിട്ട് സൈക്ലോപ്സ് ആ സെൻറ്റിനൽസിന് ഓർഡർ കൊടുക്കുകയാണ്, ഞാൻ ഈ കാര്യം ചെയ്തു തീർക്കുന്നവരെ ആരും എൻ്റെ അടുത്ത് വരാതെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം തന്നെ ആ എർത്ത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അൾട്ടിമേറ്റ് എർത്തിലെ അയൺമാൻ അവിടെ വരികയാണ്. അങ്ങനെ ആ അയൺമാൻ വന്നത് നിക് ഫ്യൂറി അടുത്ത് ചോദിക്കുകയാണ്, ഫ്യൂറി ഞാനിവിടെ എത്തിക്കഴിഞ്ഞു, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ ഫ്യൂറി അടിച്ച് തകർക്ക് എന്ന് പറയാണ്. ഇത് കേൾക്കേണ്ട താമസമോ അപ്പം തന്നെ ആ അയൺമാൻ പുള്ളി കൊണ്ടുവന്ന പവർഫുൾ വെപ്പൺസ് എല്ലാം ആക്ടിവേറ്റ് ചെയ്ത് നമ്മുടെ മാർവൽ എർത്തിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ താഴത്ത് നമ്മുടെ ലൂക്ക് കേജ്, സ്പൈഡർമാൻ ഇവരെല്ലാം ചേർന്ന് പൊതുജനങ്ങളെ അയൺമാൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മുടെ സ്റ്റോമും ലേഡി തോറും ചേർന്ന് അൾട്ടിമേറ്റ് എർത്തിൽ നിന്ന് വന്ന ഓരോ ഹെലികാരിയേഴ്സായിട്ട് ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ ക്യാപ്റ്റൻ മാർവൽ അവിടെ വന്ന് നമ്മുടെ അയൺമാൻ അടിച്ച് തകർക്കാൻ തുടങ്ങുകയാണ്. പിന്നെ ഈ പെണ്ണുമ്പോൾ നമ്മുടെ അയൺമാൻ അടിക്കാൻ തുടങ്ങിയല്ലോ. അപ്പോൾ തന്നെ ക്യാപ്റ്റൻ മാർവലിൻ്റെ കയ്യിൽ നിന്ന് അടികൊള്ളുന്ന അയൺമാൻ അൾട്ടിമേറ്റ് എർത്തിലെ ഫ്യൂറിനോട് പറയാണ്, ഫ്യൂറി നമ്മൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ എല്ലാ ഹെലികാരിയേഴ്സും അവർ തകർത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. അപ്പോൾ തന്നെ ഇത് കേട്ടത് ഫ്യൂറി പറയാണ്,
നിന്നെക്കൊണ്ട് പറ്റുന്നത്രത്തോളം പോരാട് സ്റ്റാർക്ക് എന്ന് പറയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞതും അപ്പം തന്നെ ക്യാപ്റ്റൻ മാർവൽ ആ അയൺമാനെ അടിച്ചുറക്കുകയാണ്. എന്താടാ, നിങ്ങൾക്ക് മാത്രമേ ഇവിടെ വന്ന് ഞങ്ങളെ അടിക്കാൻ പറ്റത്തുള്ളൂ, ഞങ്ങൾക്കും അറിയാടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാർവൽ എർത്തിലെ ഹൾക്ക്, ഷീ ഹൾക്ക്, കൊളോസിസ് ഇവരെല്ലാം പറന്നു പോയി അൾട്ടിമേറ്റ് എർത്തിലെ ഷീൽഡ് ഹെഡ് ക്വാർട്ടേഴ്സ് എല്ലാം അടിച്ച് തവിട് പൊടിയാക്കാണ്. നമ്മുടെ മാർവൽ എർത്തിൻ്റെ ഈ അറ്റാക്ക് കാരണം മാർവൽ എർത്ത് നശിപ്പിക്കാൻ നോക്കിയ അൾട്ടിമേറ്റ് എർത്തിലെ നിക് ഫ്യൂരി, ഹോക്കോയ് എല്ലാവരും പരലോകത്തെത്തി. വല്ല കാര്യം ഉണ്ടായിരുന്ന ഇത് കണ്ടതു അൾട്ടിമേറ്റ് എർത്തിലെ മേക്കർ അവിടെ ഉള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും പവർഫുള്ളായ ചിൽഡ്രൻ ഓഫ് ടുമോറോ എന്ന് പറഞ്ഞ ഒരു ആർമിയെ നമ്മുടെ മാർവൽ എർത്തിലേക്ക് അയക്കുകയാണ് അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ചിൽഡ്രൻ ഓഫ് ടുമോറോ എന്ന് പറഞ്ഞ ആർമിയുടെ അറ്റാക്ക് കാരണം നമ്മുടെ മാർവൽ യൂണിവേഴ്സിലെ ബ്ലാക്ക് വിഡോ, ഗ്രൂട്ട്, റോക്കറ്റ് എന്നിവരൊക്കെ മരിക്കുകയാണ്. ഇത് കണ്ടതും സായി കെട്ട സൈക്ലോപ്സ് പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്ന ആ മുട്ട യൂസ് ചെയ്തിട്ട് അതിനുള്ള പവേഴ്സൊക്കെ പുള്ളിയുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാണ്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് പുള്ളി ഇത്രയും നേരം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന ആ എഗ്ഗിനകത്ത് ഫീനിക്സ് ഫോഴ്സ് ആയിരുന്നെന്ന്. അങ്ങനെ ആ പവർ മൊത്തം അബ്സോർബ് ചെയ്തിട്ട് ഓവർ പവർഡായി മാറിയ സൈക്ലോപ്സ് അൾട്ടിമേറ്റ് എർത്തിൽ നിന്ന് വന്ന സകല വെപ്പൺസും എല്ലാവരും ഭസ്മാക്കി മാറ്റാണ്. എന്നാൽ അതേസമയം തന്നെ നമ്മുടെ എർത്ത് 616ഉം എർത്ത് 1610യും ഏതാണ്ട് കൂട്ടിമുട്ടാൻ അടുത്തെത്തി കഴിഞ്ഞിരുന്നു. ഉടനെ തന്നെ റീഡും ബ്ലാക്ക് പാന്തറും മാനിഫോൾഡ് എന്ന ടെലിപ്പോർട്ടേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂട്ടൻ്റെ ഹെൽപ്പോട് കൂടി താഴെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പൈഡർമാൻ, ക്യാപ്റ്റൻ മാർവൽ, ലേഡി തോർ, സ്റ്റാർ ലോർഡ് അങ്ങനെ അവർക്ക് പറ്റാവുന്നവരെയൊക്കെ സേവ് ചെയ്യാണ്. പക്ഷേ എന്നാലും ഒരുപാട് പേരെ ഒന്നും രക്ഷിക്കാൻ അവർക്ക് പറ്റിയതുമില്ല. അങ്ങനെ ഇപ്പുറത്ത് നമ്മുടെ അൾട്ടിമേറ്റ് എർത്തിൽ നമ്മുടെ മേക്കർ ഉണ്ടാക്കിയ താനോസ്, പ്രോക്സിമ മിഡ്നൈറ്റ് അങ്ങനെ വില്ലന്മാരടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പുള്ള ഒരു ഷിപ്പ് അവിടുന്ന് പുറപ്പെടുകയാണ്. ഇപ്പുറത്ത് നമ്മുടെ മാർവൽ എർത്തിൽ പറ്റാവുന്ന സൂപ്പർ ഹീറോസിനെല്ലാം കൊണ്ട് നമ്മുടെ റീഡ് റിച്ചേർഡ്സും പുറപ്പെടുകയാണ്. അങ്ങനെ അവർ ഉയർന്നു പൊങ്ങിയതു 2 എർത്തും കൂട്ടിമുട്ടുന്ന എക്സ്പ്ലോഷനിൽ നമ്മുടെ റീഡ് റിച്ചേർഡ്സിൻ്റെ ഷിപ്പിൽ ഒരു പോർഷൻ തകർന്നു പോവാണ്. ആ തകർന്ന ഭാഗത്താണെങ്കിലോ നമ്മുടെ റീഡിൻ്റെ ഭാര്യയായ സൂസൻ സ്റ്റോം, മക്കളായ വെലേരിയ, ഫ്രാങ്ക്ലിൻ അങ്ങനെയുള്ളവരായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ രക്ഷിക്കാൻ റീഡും ബ്ലാക്ക് പാന്തറും ഒരുപാട് ശ്രമിച്ചെങ്കിലും അവരെ രക്ഷിക്കാൻ സാധിച്ചില്ല. അങ്ങനെ 2 യൂണിവേഴ്സും കൂട്ടിമുട്ടി രണ്ടും നശിക്കുകയാണ്. അങ്ങനെ എല്ലാം നശിക്കുന്നത് നമ്മുടെ ഡൂമണ്ണനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ സംഭവത്തോടെ നമ്മുടെ മാർവൽ യൂണിവേഴ്സ് 1961 തൊട്ട് 2015 വരെയും ദി അൾട്ടിമേറ്റ് യൂണിവേഴ്സ് 2000 തൊട്ട് 2015 വരെയും അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാം നശിച്ചിരിക്കുന്നു, വെറും ശൂന്യത മാത്രം. ആദ്യം തന്നെ ഒരു മ്യോൾനർ കാണിക്കുകയാണ്. ആ മ്യോൾനർ എടുത്ത് താൻ വൃത്തിയായിട്ടുള്ള ഒരാളാണെന്ന് കാണിക്കാൻ വരികയാണ് ഒരു ജട്ടിയിട്ടൊരു മോൻ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എല്ലാം നശിച്ചില്ലേ, പിന്നെ ഇവനൊക്കെ എങ്ങനെയാണ് ജീവനോടുള്ളതെന്ന് അല്ലേ? എല്ലാത്തിനും ഉത്തരണ്ട് പോകെ മനസ്സിലാവും. അങ്ങനെ ആ മ്യോൾനർ എടുക്കാൻ പോകുന്ന ആ ചെക്കനോട് ഒരാൾ പറയാണ്, ഇത് നിനക്കുള്ളൊരു ടെസ്റ്റാണ്, ഇത് പൊക്കണമെങ്കിൽ നിനക്ക് വെർത്തിനെസ് വേണം, അങ്ങനെ വെർത്തിനെസ് ഉണ്ടെങ്കിൽ മാത്രമേ നിന്നെ ദൈവം അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ ഇത് കേട്ടോണ്ട് ആ ചെക്കൻ ആ മ്യോൾനർ പൊക്കി തോറായി മാറുകയാണ്. പുള്ളിക്ക് ഇത്രയും നേരം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് ഒരു വയസ്സായ തോറും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവിടെ ഇവർ 2 പേരും മാത്രമല്ല തോറായിട്ടുള്ളത്, തോറിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ അവിടെ ഉണ്ടെന്ന്. അങ്ങനെ ആ എല്ലാ തോറിൻ്റെ കയ്യിലും ഓരോ മ്യോൾനറും ഉണ്ട്. അങ്ങനെ ആ കിളവൻ തോറ് അവിടെയുള്ള എല്ലാ തോറിനോടും പറയാണ്, നമ്മളാണ് തോർസ്, നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം ജസ്റ്റിസ് ആണെന്ന് പറയാണ്. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് തോറായി മാറിയ ആ ചെക്കൻ ആ കിളവൻ തോറിനോട് ചോദിക്കുകയാണ്, അപ്പാപ്പാ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആ പാപ്പൻ പറയാണ്, നമ്മളെല്ലാവരെയും ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം നീ ദൈവത്തിന് മുമ്പിൽ മുട്ടൂത്തി വണങ്ങുമെന്ന് പറയാണ്. അവർ മുട്ടൂത്തി വണങ്ങിയതും തൊട്ട് പുറകെ ഉണ്ടായിരുന്ന എല്ലാ തോറും ദൈവത്തിൻ്റെ പ്രതിമയ്ക്ക് മുമ്പിൽ മുട്ടൂത്തി വണങ്ങായിരുന്നു. ആ പ്രതിമ വേറെ ആരും ആയിരുന്നില്ല, ഡൂം, ഗോഡ് എംപറർ ഡൂം ആയിരുന്നു. അങ്ങനെ പിന്നീട് ആ കിളവൻ തോറ് ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഈ തോറിനോട് ഈ യൂണിവേഴ്സൊക്കെ എങ്ങനെയാണ് ഉണ്ടായെന്നുള്ള കഥയൊക്കെ പറയാണ്. തുടക്കത്തിൽ ഇവിടെ ഒന്നും തന്നെ ഇല്ലായിരുന്നു, പിന്നീട് ദൈവം വെളിച്ചം ഉണ്ടാക്കി, ആ വെളിച്ചത്തിൽ നിന്ന് നമ്മുടെ ഈ ഭൂമി ഉണ്ടാക്കി, പിന്നീട് അതിൽ ദൈവം നിലമുണ്ടാക്കി, ജീവനുണ്ടാക്കി, പിന്നെ ആ നിലത്തെ പല രാജ്യങ്ങളായി വിഭജിച്ചു. ആ ഓരോ രാജ്യത്തിനും ഓരോ രാജാക്കന്മാരെ നിയമിച്ചു. അങ്ങനെ ഓരോ രാജ്യത്തു നിന്നും വേറൊരു രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ അതാത് രാജ്യത്തിൻ്റെ രാജാക്കന്മാരുടെ പെർമിഷൻ വേണമെന്ന് പറയാണ്. അങ്ങനെ ഇല്ലാത്ത പക്ഷവും ഏതെങ്കിലും രാജാക്കന്മാർ ഏതെങ്കിലും രാജ്യത്തിന് നേരെ യുദ്ധം പുറപ്പെടുവിക്കുകയോ അനുവാദം ഇല്ലാതെ നുഴഞ്ഞു കയറുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കഠിനമായ ശിക്ഷ കിട്ടും. അത് നടപ്പാക്കാനാണ് നമ്മളിവിടെ ഉള്ളതെന്ന് പറയാണ്. അപ്പോഴാണ് ഡോക്ടർ ഡൂം, അതായത് ഡൂമിൻ്റെ വെറും പോലീസുകാരാണ് ഈ തോർ മൊത്തം മനസ്സിലാവുന്നത്. എങ്ങനെ ഉണ്ടായ തോറിനാടാ ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നത്. അങ്ങനെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ആ ചെറിയ തോറിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കിളവൻ തോറ്. പിന്നെ കാണിക്കുന്നത് ആ വേൾഡിലെ കിങ്ഡം ഓഫ് ഫുട്ടോപോളിസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടായിരിക്കുകയാണ്. ആ ഭൂകമ്പത്തിൽ ഭൂമിക്കുള്ളിൽ മറിഞ്ഞു കിടന്ന എന്തോ വലിയ ബ്രഹ്മാണ്ഡമായ ഒരു സാധനം പുറത്തു വന്നിരിക്കുകയാണ്. അങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അവിടെ വരികയാണ് മിനിസ്റ്റർ വൈറ്റ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അങ്ങനെ അവർ കണ്ടത് വേറെ ഒന്നും തന്നെ ആയിരുന്നില്ല, അതൊരു സ്പേസ്ഷിപ്പായിരുന്നു. പക്ഷേ അത് നമ്മുടെ മേക്കർ ഉണ്ടാക്കിയ അൾട്ടിമേറ്റ് എർത്തിലെ വില്ലന്മാരടങ്ങിയിട്ടുള്ള സ്പേസ്ഷിപ്പാണോ അതോ നമ്മുടെ മാർവൽ എർത്തിലെ റീഡ് വെച്ച് ഉണ്ടാക്കിയ ഹീറോസ് അടങ്ങിയിട്ടുള്ള സ്പേസ്ഷിപ്പാണോ എന്ന് ഇതുവരെയും മനസ്സിലായിട്ടില്ല.
അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അപ്പാപ്പൻ തോറും ഒരു യങ്ങർ തോറും കൂടി ചേർന്ന് സിനിസ്റ്റർ കിങ് ആയിട്ടിരിക്കുന്ന ബാർ കിങ്ഡം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അവിടെ ചെന്ന് നിന്നെ ദൈവം കുറ്റവിചാരണയ്ക്ക് വേണ്ടി വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവനെ കാസിൽ ഡൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവരാണ്. അവിടെ വന്നപ്പോഴോ വേൾഡ് ട്രീയിൽ ഒരു ത്രോൺ ഉണ്ടാക്കി അവിടെ ഇരിക്കുകയാണ് നമ്മുടെ ഗോഡ് എംപറർ ഡൂം. അവരുടെ അടുത്ത് തന്നെ റീഡ് റിച്ചർഡ്സിൻ്റെ ഭാര്യ സൂസൻ സ്റ്റോമും നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചും റീഡ് റിച്ചർഡ്സിൻ്റെ മകൾ വെലേരിയും ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയൊരു വ്യത്യാസം, ഇതിൽ ഡൂമിൻ്റെ ഭാര്യയാണ് സൂസൻ, അവരുടെ മക്കളാണ് വെലേരിയ ആൻഡ് ഫ്രാങ്ക്ലിൻ. ഡോക്ടർ സ്ട്രേഞ്ച് ആകട്ടെ ഡൂമിൻ്റെ വലങ്കയും. പാവം, ഇതൊക്കെ നമ്മുടെ റീഡ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുടുംബ മഹായുദ്ധം തന്നെ ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മുടെ ഗോഡ് എംപറർ ഡൂമിൻ്റെ മുമ്പിൽ ഉട്ടോപ്പിയുടെ കിങ് ഹൈപ്പീരിയൻ, ബാർ സിനിസ്റ്ററിൻ്റെ കിങ് സിനിസ്റ്റർ, ഹയർ അവലോൻ്റെ കിങ് ജേമി ബ്രാഡോക്ക്, ഇവർ 3 പേരും ഹാജരാവാണ്. നമ്മുടെ ഹൈപ്പീരിയനും സിനിസ്റ്ററും ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ഹയർ അവലോനെ അറ്റാക്ക് ചെയ്യുന്നു പറഞ്ഞിട്ട് അവിടുത്തെ കിങ് ആയ ജേമി ബ്രാഡോക്ക് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനു വേണ്ടിയാണ് ഇപ്പോൾ അവിടെ ഒരു വിചാരണ നടക്കുന്നത്. ഇങ്ങനെ ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിന് നേരെ പടയെടുക്കുന്നത് ആ ലോകത്ത് തെറ്റാണ്. പക്ഷെ എന്നാലും നമ്മുടെ ഡൂം ആ കംപ്ലൈൻറ്റ് കൊടുത്ത ജേമി ബ്രാഡോക്കിന് നേരെ ചൂടാവാണ്. കാരണം ജേമി ബ്രാഡോക്ക് ഡൂമിനെതിരെ പ്രവർത്തിക്കുന്നവരെ, അതായത് ഡൂമിനെ ആ ഗോഡ് എംപറർ പദവിയിൽ നിന്ന് ഇറക്കണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ജേമി ബ്രാഡോക്കിനെതിരെ തന്നെ തിരിയാണ് ഡൂം. അങ്ങനെ അവനെ അവൻ്റെ ഫാമിലിയെ മൊത്തം കൊന്നു കളയാൻ പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ സൂസൻ സ്റ്റോം ഡൂമിൻ്റെ മേലെ കൈവച്ചിട്ട് വേണ്ട, അവരുടെ അടുത്ത് കുറച്ച് കരുണ കാണിക്കുന്നു പറയാണ്. അങ്ങനെ പുള്ളിയുടെ ഭാര്യ പറയുന്നത് കണ്ടവൻ്റെ ഭാര്യ പറയുന്നത് കേട്ടിട്ട് ജേമി ബ്രാഡോക്കിനെ ആ കിങ് എന്ന പദവിയിൽ നിന്ന് മാറ്റിയിട്ട് പുള്ളിയുടെ സഹോദരനായ ബ്രയൻ ബ്രാഡോക്കിനെ കിങ്ങാക്കി മാറ്റാണ്. എന്നിട്ട് ജേമി ബ്രാഡോക്കിനെ കൊല്ലാൻ വേണ്ടി നമ്മുടെ തോർ ആർമിക്ക് ഓർഡർ കൊടുക്കുകയാണ്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും മറ്റൊരു രാജ്യത്തിൻ്റെ നേരെ പടയെടുക്കുന്നത് തെറ്റാണല്ലോ. അതുകൊണ്ട് തന്നെ സിനിസ്റ്ററിനും ഹൈപ്പീരിയനും തക്കതായ ശിക്ഷയും കൊടുക്കുകയാണ്. അങ്ങനെ ഒരേ സമയം ഒരു രാജാവും ഒരു ദൈവമായിരിക്കുന്നതുകൊണ്ടാണ് ഡൂമിനെ ഗോഡ് എംപറർ ഡൂം എന്ന് പറയുന്നത്. അങ്ങനെ അവിടേക്ക് വരുന്ന വെലേരിയ, അതായത് റീഡ് റിച്ചർഡ്സിൻ്റെ മകള്, ഇപ്പോൾ ഡൂമിൻ്റെ മകള് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിനോട് പറയാണ്, നിങ്ങളോട് എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളിനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവാണ്. അങ്ങനെ പുറത്തെത്തിയ വെലേരിയ ഡോക്ടർ സ്ട്രേഞ്ചിനോട് പറയാണ്, ഉട്ടോപ്പിയയിൽ എൻ്റെ ടീമിലുള്ള മിനിസ്റ്റർ വൈറ്റും അവരുടെ ടീമും ചേർന്ന് ഒരു സാധനം കണ്ടുപിടിച്ചിരിക്കുകയാണ്. അത് കണ്ടിട്ട് ഒരു ഷിപ്പ് പോലെയുണ്ട്. പക്ഷേ അതിൻ്റെ കാർബൺ ഡേറ്റിംഗ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഡാഡി ഈ വേൾഡ് ഉണ്ടാക്കുന്നതിന് മുമ്പേ ഉണ്ടായ ഒരു സാധനം പോലെയാണ് തോന്നുന്നത്. ഇത് കേട്ടത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് വെലേരിയനോട് പറയാണ്, മതി വെലേരിയ, ഇപ്പം തന്നെ നിങ്ങളുടെ ടീമിനോട് അവിടുന്ന് വരാൻ പറ, ഇനി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലവും മൊത്തം ഏരിയയും ഫുൾ ലോക്ക്ഡൗൺ ചെയ്യാണ് ഡോക്ടർ സ്ട്രേഞ്ച്. എന്നിട്ട് ദൈവത്തിൻ്റെ സോൾജേഴ്സായ തോർസിനെ അങ്ങോട്ട് അയക്കുകയാണ് ഡോക്ടർ സ്ട്രേഞ്ച്. അങ്ങനെ അവിടേക്ക് നമ്മുടെ എൽഡർ തോറും യങ്ങർ തോറും വരികയാണ് ഏതാന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരുടെ കൂടെ വന്നിട്ടുള്ള ഏതൊരു പൊട്ടയും കൈയും വെച്ച് ചുമ്മാതിരിക്കാതെ അറിയാതെ ആ സ്പേസ്ഷിപ്പിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യാണ്. ഉടനെ തന്നെ നമ്മുടെ എൽഡർ തോറും യങ്ങർ തോറും ഉള്ളിൽ നിന്ന് എന്തെങ്കിലും വന്നാൽ ഫേസ് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ അപ്പാപ്പൻ തോറ് പറയാണ്, സംതിങ് ഫിഷി, എല്ലാവരും ഇവിടുന്ന് വേഗം ഓടുമെന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞതും പുള്ളിയുടെ നെഞ്ചത്ത് കൂടെ ഒരു അമ്പ് തറച്ച് പോവാണ്. അപ്പോൾ തന്നെ നമ്മുടെ അപ്പാപ്പൻ തോറ് യങ്ങർ തോറിനോട് പറയാണ്, നീ വേഗം ഇവിടുന്ന് രക്ഷപ്പെട്, എന്നിട്ട് വേഗം പോയി ദൈവത്തിനോട് പറ, മരണം നമ്മുടെ അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാണ്. എടാ മണ്ടൻ കൊണാപ്പികളെ, നിങ്ങൾ ദൈവം നിങ്ങളോട് ആരാ പറഞ്ഞുതരാ? അങ്ങനെ അപ്പം തന്നെ അവിടുന്ന് ആ യങ്ങർ തോർ രക്ഷപ്പെട്ടു പോവാണ്. അങ്ങനെ അപ്പം തന്നെ നമ്മുടെ അപ്പാപ്പൻ തോറ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡിയാവാണ്. പക്ഷെ ആ ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്നൊരു കുന്തം ആ അപ്പാപ്പൻ്റെ തലയിൽ കൂടെ കയറി പുള്ളിനെ കൊല്ലുകയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ സ്പേസ് ഷിപ്പ് മേക്കറിൻ്റെ ആയിരുന്നു. ആ ഷിപ്പിൽ നിന്ന് ഒരുപാട് വില്ലന്മാർ ഇറങ്ങി വരികയാണ്. നമ്മുടെ മേക്കർ, പ്രോക്സിമ മിഡ്നൈറ്റ്, അങ്ങനെ ഒരുപാട് പേര്. അവസാനം താനോസും. അങ്ങനെ പുറത്ത് വന്നതും താനോസ് അവിടെയുള്ള ഒരു കുരങ്ങൻ്റെ പോലത്തെ സാധനത്തിൻ്റെ കഴുത്ത് പിടിച്ച് ഞങ്ങൾ എവിടെയാണ് ഉള്ളതെന്ന് ചോദിക്കുകയാണ് താനോസ്. അങ്ങനെ ആ കുരങ്ങൻ്റെ പോലത്തെ സാധനം പറയാണ്, നിങ്ങളിപ്പോൾ ദൈവത്തിൻ്റെ ലോകത്തിലാണുള്ളതെന്ന് പറയാണ്. അങ്ങനെ ഡോക്ടർ ഡൂമിൻ്റെ മന്ത്രിയായ ഡോക്ടർ സ്ട്രേഞ്ച് ആ ആഴ്ച ആ വേൾഡിൽ എന്തൊക്കെയാണ് നടന്നതെന്നുള്ള വീക്ക്ലി റിപ്പോർട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടതും നമ്മുടെ ഡൂം പറയാണ്, മതി സ്ട്രേഞ്ച്, നിർത്ത്, ഇത് കേട്ട് എനിക്ക് മടുത്തെന്ന് പറയാണ്. അപ്പം നമ്മുടെ സ്ട്രേഞ്ച് പറയാണ്, ഡൂം, നീ ഒരു ദൈവമാണ്, പക്ഷെ അത് ഈ നാട്ടുകാർക്ക് മാത്രമേ അറിയുള്ളൂ, എനിക്കും നിനക്കും മാത്രമേ നീ എന്താണെന്ന് ശരിക്കും അറിയത്തുള്ളൂ. പക്ഷെ നീ ദൈവമാണെന്ന് എല്ലാവരും വിശ്വസിക്കണമെങ്കിൽ നിനക്ക് എല്ലാം അറിഞ്ഞിരിക്കണം, അതിന് നീ ഇത് കേട്ടേ പറ്റൂന്ന് പറയാണ്. ഇല്ലെങ്കിൽ നിൻ്റെ ഈ യൂണിവേഴ്സിന് തന്നെ വലിയൊരു ആപത്തായി തീരുന്നു പറയാണ്. അപ്പോൾ ഡൂമ് പറയാണ്, ഒരു ദൈവത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും സ്ട്രേഞ്ച്, അതൊക്കെ ഈ മനുഷ്യരുടെ ചിന്തകൾക്കും അപ്പുറമുള്ളതാണെന്ന് പറയാണ്. അപ്പോൾ സ്ട്രേഞ്ച് പറയാണ്, എനിക്കറിയാം ഡൂം, നീയും ഞാനും ചേർന്നാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്, നമ്മളെ കൊണ്ട് പറ്റുന്നവയെല്ലാം നമ്മൾ രക്ഷിച്ചു, സംരക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ വേൾഡിൻ്റെ ക്രിയേഷനെ കുറിച്ച് സംസാരിക്കുകയാണ് ഡോക്ടർ സ്ട്രേഞ്ച്. അങ്ങനെ ഇവർ രണ്ടുപേരും ഇതിനെക്കുറിച്ച് ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ സ്ട്രേഞ്ചിന് തോർ ആർമിയിൽ നിന്ന് ഒരു എമർജൻസി മെസ്സേജ് വരികയാണ്. ഉടനെ തന്നെ അവരെന്തിനാണ് വിളിച്ചതെന്ന് അറിയാൻ വേണ്ടി ഉട്ടോപോളിസിലേക്ക് പോവാണ് സ്ട്രേഞ്ച്. അവിടെയാണ് നമ്മുടെ മേക്കറിൻ്റെ സ്പേസ് ഷിപ്പും കിട്ടിയത്. അങ്ങനെ സ്ട്രേഞ്ച് അവിടെ എത്തിയതും അവിടെ ഡെഡായി കിടക്കുന്ന എൽഡർ തോറിനെ കണ്ടിട്ട് ഷോക്കാവുകയാണ്.
എന്തോ വലിയൊരാപത്ത് ഈ വേൾഡിലേക്ക് വന്നിട്ടുണ്ടെന്ന് പുള്ളിയുടെ IF അഗമോട്ടോ വെച്ച് മനസ്സിലാക്കാണ് ഡോക്ടർ സ്ട്രേഞ്ച്. അങ്ങനെ സ്ട്രേഞ്ച് അവിടെ കുതിരേൻ്റെ മുകളിൽ തോറിനോട് ചോദിക്കുകയാണ് അവരെത്ര പേരുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ആ കുതിര പറയാണ് അവർ 6-7 പേരുണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ സ്ട്രേഞ്ച് പറയാണ് നമ്മുടെ ഏറ്റവും പവർഫുൾ തോർസിനെ എല്ലാം അവരെ കണ്ടുപിടിക്കാനായിക്ക്. എനിക്കറിയാം നിങ്ങൾക്കും അവരോട് ദേഷ്യമുണ്ടെന്ന്, പക്ഷേ അതൊന്നും തീർക്കരുത്, അവരെ എനിക്ക് ജീവനോടെ വേണമെന്ന് പറയാണ്. ഉടനെ തന്നെ ഒരു തോറൊഴികെ ബാക്കി എല്ലാ തോറന്മാരും നമ്മുടെ വില്ലന്മാരെ തപ്പി പോവാണ്. ഇതിലെത്ര പേര് ജീവനോടെ വരുമാവോ. അങ്ങനെ ഡോക്ടർ സ്ട്രേഞ്ച് ആ മേക്കറിൻ്റെ ഷിപ്പിൽ പുള്ളിയുടെ പവേഴ്സ് വെച്ചിട്ട് അതിൽ വേറെ ആരോ ഉള്ളതുപോലെ കണ്ടുപിടിക്കുകയാണ്. പക്ഷെ ആ കാര്യം പുള്ളി ഈ തോറന്മാരുടെ ഗ്രൂപ്പിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഡോക്ടർ സ്ട്രേഞ്ച് പറയാണ് നീ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയാം, നീയായിട്ട് വരുന്നോ അതോ ഞാൻ നിന്നെ ഇവിടെ വരുത്തണമെന്ന് പറയാണ്. അപ്പം തന്നെ അയ്യോ എന്നെ കൊല്ലല്ലേ, ഞാൻ പുറത്ത് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൈൽസ് മൊറാൽസ് സ്പൈഡർമാൻ ആ ഷിപ്പിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഈ സ്പൈഡർമാൻ എങ്ങനെയാണ് ഷിപ്പ് കയറിയെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഈ യൂണിവേഴ്സ് രണ്ടും നശിക്കുമ്പോൾ നമ്മുടെ അൾട്ടിമേറ്റ് ഇടത്തിലെ സ്പൈഡർമാനായ മൈൽസ് മൊറാൽസ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മേക്കറിൻ്റെ ഷിപ്പ് കയറിയിരുന്നായിരിക്കും. അങ്ങനെ മൈൽസ് ഡോക്ടർ സ്ട്രേഞ്ചിനോട് പറയാണ് ഇവിടെ ഇപ്പം എന്താ നടക്കുന്നത്, ഇവിടെ എന്താ നടന്നുകൊണ്ടിരുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ സ്ട്രേഞ്ച് മൈൽസിനോട് ചോദിക്കുകയാണ് ശരി ഈ ഷിപ്പിൽ നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിൻ്റെ കൂട്ടാളികളൊക്കെ എവിടെയെന്ന് ചോദിക്കുകയാണ്. എന്തോന്ന് എൻ്റെ കൂട്ടാളികളോ? അവന്മാരെ കണ്ടിട്ട് ഏതോ വില്ലന്മാരാണെന്ന് തോന്നുന്നത്, എനിക്കറിയത്തില്ല അവന്മാരെ ഏതോ തോന്നുന്നു. ഞങ്ങളുടെ യൂണിവേഴ്സിന് മുകളിൽ വേറെ ഏതോ യൂണിവേഴ്സ് വന്ന് കൂട്ടടിക്കാൻ പോകുന്ന ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ അതിൽ കയറി ഇരുന്നാന്ന് പറയാണ് മൈൽസ് മൊറാൽസ്. അപ്പോൾ ഇത് കേട്ട് ഷോക്കായിട്ട് നമ്മുടെ സ്ട്രേഞ്ച് ചോദിക്കുകയാണ് എന്ത്, നിൻ്റെ യൂണിവേഴ്സിന് മുകളിൽ വേറൊരു യൂണിവേഴ്സ് വന്നെന്നോ? അതൊക്കെ നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കുകയാണ് സ്ട്രേഞ്ച്. കാരണം വേറെ ഒന്നല്ല, ഇവർ ഈ പുതിയ വേൾഡ് ഉണ്ടാക്കിയപ്പോൾ ഇവിടെയുള്ള എല്ലാ ജനങ്ങളുടെയും മെമ്മറീസും ഇറേസ് ചെയ്തിട്ടാണ് ഈ പുതിയ വേൾഡ് ഡൂം ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ പഴയ മെമ്മറീസ് ഡോക്ടർ സ്ട്രേഞ്ചിനും ഡൂമിനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പഴയ മെമ്മറീസിനെ കുറിച്ച് മൈൽസ് മൊറാൽസ് പറഞ്ഞപ്പോൾ സ്ട്രേഞ്ച് ഷോക്കായത്. അങ്ങനെ നമ്മുടെ ഡൂം പുള്ളിയിട്ട് കാസിൽ ഡൂമിൽ അവരുടെ മക്കളായ ഫ്രാങ്ക്ലിൻ ആൻഡ് വെലേരിയ കളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ട് പുള്ളിയുടെ വൈഫായ സൂസനോട് സംസാരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മുടെ സൂസൻ്റെ ബ്രദർ അതായത് നമ്മുടെ ഹ്യൂമൻ ടോർച്ച് ഡൂമിനെ എതിർത്തുകൊണ്ട് തന്നെ പുള്ളിനെ കൊന്നു കളയാൻ ഡൂം തീരുമാനിക്കുകയാണ്. പക്ഷേ സൂസൻ സ്റ്റോം കരഞ്ഞു പറഞ്ഞതുകൊണ്ട് പുള്ളിനെ കൊല്ലാതെ നമ്മുടെ ബാറ്റിൽ വേൾഡിൻ്റെ സണ്ണാക്കി മാറ്റുകയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു വിഷമം സൂസൻ സ്റ്റോമിനുണ്ടെങ്കിലും അതൊന്നും കാണിക്കാതെയാണ് പുള്ളിക്കാരത്തി ജീവിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡൂം സൂസനോട് പറയാണ് ഞാനിന്ന് ഒരു ദൈവമാണ്, എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്, പണം, പദവി, കുടിക്കാൻ കൊക്കക്കോള, അങ്ങനെ ഒരുപാട്. എന്നാലും ഒരു കുറവ് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇത്രയും ശക്തനായിട്ടും എനിക്ക് എൻ്റെ മുഖം ഫിക്സ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് സൂസനോട് സെൻറ്റി അടിച്ച് പറയാണ് ഡൂമണ്ണൻ. അപ്പോൾ തന്നെ സൂസൻ പതുക്കെ നമ്മുടെ ഡൂമിൻ്റെ മാസ്ക് അയക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഡൂം പറയാണ് എൻ്റെ ജനങ്ങൾ എൻ്റെ ഈ മുഖം കണ്ട എന്ത് പറയുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സൂസൻ കുറച്ച് മോട്ടിവേഷൻ കൊടുക്കുന്ന പോലെ പറയാണ് ഞാൻ കാണുന്നത് തന്നെയായിരിക്കും അവരും കാണുന്നത് വിക്ടർ, ഞാൻ കാണുന്നത് തൻ്റെ ജനങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ്, അവരും കാണുന്നത് അങ്ങനെ തന്നെയായിരിക്കും എന്ന് പറയാണ്. എന്തൊക്കെയായാലും ഡൂമണ്ണ അന്യൻ്റെ ഭാര്യ ആഗ്രഹിക്കുന്നത് തെറ്റാണ് കേട്ടാ. അങ്ങനെ ഇപ്പുറത്ത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് പുള്ളിയുടെ ഹിഡൻ ആയിട്ടുള്ള അഗമോട്ടോ എന്ന് പറഞ്ഞ ഒരു ദ്വീപിലേക്ക് നമ്മുടെ മൈൽസ് മൊറാൽസിനെയും പുള്ളിയുടെ കൂടെയുള്ള ഒരു തോറിനെയും കൂട്ടിക്കൊണ്ട് വരികയാണ്. കാരണം നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ഇപ്പോൾ കണ്ടുപിടിച്ച പോലെ മറ്റൊരു ഷിപ്പ് 3 വർഷം മുമ്പേ തന്നെ പുള്ളി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ഇതുവരെ ഓപ്പൺ ചെയ്യാതെ ഇവിടെ ആയിരുന്നു ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി വരികയാണ് ഡോക്ടർ സ്ട്രേഞ്ചും തോറും മൈൽസ് മൊറാൽസും ഒക്കെ. അങ്ങനെ ആ ഷിപ്പിൻ്റെ ഡോറ് നമ്മുടെ യങ് തോർ ഓപ്പൺ ചെയ്തതും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരികയാണ് നമ്മുടെ മാർവൽ എർത്തിലെ ഹീറോസായ സ്പൈഡർമാൻ, ക്യാപ്റ്റൻ മാർവൽ, ലേഡി തോർ, സ്റ്റാർ ലോർഡ്, സൈക്ലോപ്സ്, ബ്ലാക്ക് പാന്തർ, പിന്നെ നമ്മുടെ റീഡ് റിച്ചർഡ്സും. അങ്ങനെ പുറത്ത് വന്നത് നമ്മുടെ റീഡ് ചോദിക്കുകയാണ് എന്ത്, എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, സ്ട്രേഞ്ച് ഇത് നീ തന്നെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് പാന്തർ ചോദിക്കുകയാണ് നീ എങ്ങനെയാണ് ആ നാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്ട്രേഞ്ച് പറയാണ് അത് കുറച്ച് വലിയ കഥയാണെന്ന് പറയാണ്. അപ്പോൾ റീഡ് പറയാണ് ഞങ്ങൾക്ക് ഒരുപാട് പേരെ രക്ഷിക്കാൻ സാധിച്ചില്ല, ഞങ്ങൾക്ക് കുറച്ച് മിനിറ്റുകൾ കൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലിയെങ്കിലും രക്ഷിക്കാൻ സാധിച്ചേനെ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ സൂപ്പർ ഹീറോസിന് എല്ലാവർക്കും ആ നാശത്തിൽ 2 യൂണിവേഴ്സ് നശിച്ചിട്ട് ഏതാണ്ട് ചില മിനിറ്റുകളായതുപോലെ തോന്നുള്ളൂ. എന്നാൽ ദൈവം ഈ വേൾഡ് ഉണ്ടാക്കിയിട്ട് ഏതാണ്ട് 8 വർഷമായിരുന്നു. അത് മാത്രമല്ലാതെ നിങ്ങളുടെ ഈ ഷിപ്പ് തന്നെ ഞാൻ കണ്ടുപിടിച്ചിട്ട് ഏതാണ്ട് 3 വർഷമായിന്ന് നമ്മുടെ ഹീറോസിനോട് പറയാണ് ഡോക്ടർ സ്ട്രേഞ്ച്. അപ്പം തന്നെ നമ്മുടെ എല്ലാ ഹീറോസും ഷോക്കാവാണ്. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ റീഡ് ഡോക്ടർ സ്ട്രേഞ്ചിനോട് ചോദിക്കുകയാണ് ശരി ആരാണ് ദൈവം എന്ന് പറയാണ്. അപ്പോൾ ഡോക്ടർ സ്ട്രേഞ്ച് പറയാണ് ഡൂമാണ് ആ ദൈവം എന്ന് പറയാണ്. ഇത് കേട്ടതും നമ്മുടെ ഹീറോസ് എല്ലാം വാ പൊളിച്ച് ഷോക്കാവുകയാണ്. അപ്പോൾ തന്നെ ഡോക്ടർ സ്ട്രേഞ്ച് പറയാണ് ഡൂം ഒരു ദൈവമായിരിക്കാൻ യോജിച്ചവൻ തന്നെയാണെന്ന് പറയാണ്. പക്ഷെ എന്നാലും സ്ട്രേഞ്ച് ഇതുവരെ നമ്മുടെ റീഡിൻ്റെ ഭാര്യയായ സൂസൻ, മക്കളായ വെലേരിയും ഫ്രാങ്ക്ലിനും ഒക്കെ ഇപ്പോൾ ഡൂമിൻ്റെ ഭാര്യയും മക്കളാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷോക്കിൽ നമ്മുടെ റീഡിൻ്റെ ജീവൻ പോയാലും വലിയ അത്ഭുതമൊന്നുമില്ല. അങ്ങനെ ഇപ്പുറത്ത് നമ്മുടെ ഉട്ടോപോളിസിലുള്ള ഷിപ്പിൽ നിന്ന് പുറത്തു വന്നാൽ നമ്മുടെ മേക്കറിൻ്റെ ടീമിലുള്ള താനോസ്, പ്രോക്സിമ മിഡ്നൈറ്റ്, ബ്ലാക്ക് സോൺ, നേമർ അങ്ങനെ ഇവരൊക്കെ കാണിക്കുകയാണ്. ഇവരാണെങ്കിൽ തീയൊക്കെ കൂട്ടിയിട്ട് എന്തോ ഒരു സാധനം ചുട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേക്കർ താനോസിനോട് പറയാണ് എന്തായിരുന്നാലും നീ ആ കിളവനെ കൊല്ലണ്ടായിരുന്നു, കണ്ടിട്ട് അവനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രായമുള്ളവനെ പോലെ തോന്നുന്നത്,
ഒരുപക്ഷെ അവനെ പിടിച്ചിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചേനെന്ന് പറയാണ്. അപ്പം നമ്മുടെ താനോസ് പറയാണ്, ഉത്തരം എപ്പോഴും നമ്മളെ തേടി വരുമെന്ന് പറയാണ്. അങ്ങനെ പുള്ളി നാക്കെടുത്ത് വളച്ചതും നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് അയച്ച എല്ലാ തോറിൻ്റെ ആർമിയും അവിടേക്ക് വരികയാണ്. ആദ്യം തന്നെ നമ്മുടെ തോർ ആർമിക്കും താനോസിൻ്റെയും മേക്കറിൻ്റെയും ടീമും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ് കാണിക്കുന്നത്. നമ്മുടെ താനോസ് ആണെങ്കിൽ ഒരേ സമയം 2 തോറിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പുറത്ത് നമ്മുടെ നെയ്മർ പുള്ളിയുടെ ട്രൈഡൻറ്റ് യൂസ് ചെയ്തിട്ട് ഇപ്പുറത്ത് മിയോളറായിട്ടുള്ള വേറൊരു തോറുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ മേക്കറും മാക്സിമസും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഒരു ഷീൽഡ് ഉണ്ടാക്കി അതിനുള്ളിൽ സെക്യൂർ ആയിട്ട് ഇരിക്കുകയാണ്. ബ്ലാക്ക് സ്വാൻ വേറൊരു ലേഡി തോറുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ താനോസിൻ്റെ ടീമിലുള്ള ടെറാക്സ്, പ്രോക്സിമ, മിഡ്നൈറ്റ് അങ്ങനെ ബാക്കിയുള്ള എല്ലാവരും തോറിൻ്റെ ആർമിക്ക് നേരെ ശക്തമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തോന്നാടേ തോറിനൊരു വിലയില്ലേ. അങ്ങനെ ഇപ്പുറത്ത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ആ ഹിഡൻ ഐലൻഡിൽ നമ്മുടെ സൂപ്പർ ഹീറോസിനോട് ഈ ബാറ്റിൽ വേൾഡിൻ്റെ ക്രിയേഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ ഡോക്ടർ സ്ട്രേഞ്ച് പറയാണ്, ഈ 2 യൂണിവേഴ്സും കൂട്ടിയിടിക്കുന്ന സമയത്ത് ഇതിനെല്ലാം പുറത്ത് വേറെ ആരോ കളിക്കുന്നുണ്ടെന്ന് നീ പറഞ്ഞില്ലേ റീഡ്? നിൻ്റെ ആ ചിന്ത ശരിയായിരുന്നു. ഈ മൾട്ടിവേഴ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിച്ച് നശിക്കാൻ കാരണം ബിയോണ്ടേഴ്സ് ആയിരുന്നു. അവരാരംഭിച്ച ഈ മൾട്ടിവേഴ്സിൻ്റെ നാശം ആർക്കും തന്നെ തടുക്കാൻ സാധിച്ചില്ല. പക്ഷേ ഞങ്ങൾ 3 പേരും ചേർന്ന് അത് തടുത്തു എന്ന് പറയാണ് ഡോക്ടർ സ്ട്രേഞ്ച്. അപ്പോൾ ബ്ലാക്ക് പാന്തർ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്ട്രേഞ്ച് പറയാണ്, ഞങ്ങൾ അവരെ കൊന്നു. ഡൂമിൻ്റെ ഹെൽപ്പോടുകൂടി മോളിക്യൂൾ മാനെ യൂസ് ചെയ്ത് ഞങ്ങൾ അവരെ കൊന്നു. അങ്ങനെ ആ ബിയോണ്ടേഴ്സിൻ്റെ അൾട്ടിമേറ്റ് പവേഴ്സ് ഞങ്ങൾക്ക് കിട്ടി. പക്ഷേ ഞാനും മോളിക്യൂൾ മാനും അത്രയും പവേഴ്സ് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഞങ്ങൾ ഒഴിഞ്ഞു മാറി. പക്ഷേ ഡൂം അങ്ങനെയല്ല. അവൻ അതെല്ലാം അവൻ്റെ ഉള്ളിലേക്ക് എടുത്തു. എന്നിട്ട് അവനെ കൊണ്ട് പറ്റാവുന്നവയെല്ലാം അവൻ രക്ഷിച്ചു എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് പാന്തർ സ്ട്രേഞ്ചിനോട് പറയാണ്, അപ്പോൾ നീ ഇപ്പോൾ അവൻ്റെ വേലക്കാരനാണ് അല്ലേ? അപ്പോൾ തൊട്ടടുത്തുള്ള മൈൽസ് മൊറാൽസ് ചോദിക്കുകയാണ്, അപ്പോൾ എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ യൂണിവേഴ്സ് എല്ലാം കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്ട്രേഞ്ച് പറയാണ്, അങ്ങനെ എല്ലാം അവസാനിച്ചിട്ടില്ല. അവസാനിച്ച എല്ലാ യൂണിവേഴ്സിൻ്റെയും ഓരോ ഭാഗം ചേർത്തിട്ടാണ് ഡൂം ഈ പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നാലും ഒരുപാട് പേരെ ഒന്ന് രക്ഷിക്കാൻ അവനും സാധിച്ചിട്ടില്ല എന്ന് പറയാണ് സ്ട്രേഞ്ച്. അപ്പം നമ്മുടെ സൈക്ലോപ്സ് പറയാണ്, ആ ബിയോണ്ടേഴ്സിൻ്റെ പവേഴ്സ് അബ്സോർബ് ചെയ്തിട്ടല്ലേ അവൻ ഇത്രയും ഓവർ പവർഡായിട്ട് മാറിയത്. അതുകൊണ്ടല്ലേ അവൻ്റെ ഇഷ്ടത്തിന് ഈ വേൾഡ് അവൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവന് കിട്ടിയ ആ ബിയോണ്ടേഴ്സിൻ്റെ പവേഴ്സിനെ പോലെ തന്നെ എൻ്റെ ഉള്ളിലും ഉണ്ട് ഇപ്പോൾ ഒരു പവേഴ്സ്. പുള്ളി ഫീനിക്സ് ഫോഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സൈക്ലോപ്സ് പറയാണ്, നമുക്കെല്ലാം ചേർന്ന് അവനെ കൊല്ലാം, എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ വീണ്ടും ഈ യൂണിവേഴ്സ് കെട്ടിപ്പടുക്കാമെന്ന് പറയാണ് സൈക്ലോപ്സ്. അങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്ട്രേഞ്ചിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ യങ് തോറിൻ്റെ മിയോളർ ഗ്ലോ ആവാൻ തുടങ്ങുകയാണ്. അപ്പോൾ തന്നെ ഇത് കണ്ടിട്ട് സ്ട്രേഞ്ച് പറയാണ്, നമ്മുടെ ഹെൽപ്പ് ആരോ ചോദിക്കുന്നുണ്ടെന്ന് പറയാണ്. അങ്ങനെ ഈ സിഗ്നൽ കൊടുത്തത് വേറെ ആരുമല്ല, നമ്മുടെ താനോസ് മേക്കറിൻ്റെ ടീമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന തോറിൻ്റെ ടീമാണ് ഈ സിഗ്നൽ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ കൂട്ടത്തിലുള്ള ഒരു പന്നീൻ്റെ മകളുള്ള തോറ് ഓൾ ഫാദർ ഗോഡ് ഡൂമിന് നേരെ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ ഡൂമിൻ്റെ മുമ്പിൽ ആ പന്നിമോൻ തോറിൻ്റെ ഒരു പ്രൊജക്ഷൻ വരികയാണ്. എന്നിട്ട് ആ തോറ് പറയാണ്, ഓൾ ഫാദർ, നമ്മുടെ ഈ യൂണിവേഴ്സിന് വലിയൊരു ആപത്ത് വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് അങ്ങയുടെ ഹെൽപ്പ് വേണമെന്ന് പറയാണ് ആ തോറ്. അപ്പോൾ ഡൂം പറയാണ്, ഒന്നും ശരിക്കും അറിയാതെ എനിക്കൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ പറ്റില്ല. അവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് കാട്ടുമെന്ന് പറയാണ് ഡൂം ആ തോറിനോട്. അങ്ങനെ ആ പന്നീൻ്റെ മുകളിലെ തോറ് ഒരു പ്രൊജക്ഷൻ മൂലം പുള്ളി കാണുന്നതൊക്കെ നമ്മുടെ ഡൂമിനും കാണിക്കുകയാണ്. അങ്ങനെ ഉട്ടോപോളിസിൽ നമ്മുടെ താനോസ് ആൻഡ് മേക്കറിൻ്റെ ടീമായിട്ട് നമ്മുടെ തോർ ആർമി ഫൈറ്റ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡൂം. ഇവരെ കണ്ടിട്ട് നമ്മുടെ ഡൂം പറയാണ്, ഇവരെ കൊല്ലാൻ നമ്മുടെ ഗോഡ് ആർമിയായ തോർസ് തന്നെ മതി എന്ന് പറയാണ് നമ്മുടെ ഡൂം. അപ്പോൾ നമ്മുടെ സൂസൻ ഡൂമിനോട് പറയാണ്, വിക്ടർ, നിങ്ങൾ അങ്ങനെ നിസാരാക്കി കളയണ്ട, ഈ കാര്യത്തിനെക്കുറിച്ച് ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കുമെന്ന് പറയാണ്. അപ്പോൾ ഡൂം പറയാണ്, ഇതൊന്നും അത്ര വലിയൊരു പ്രശ്നമല്ല എന്ന് പറയാണ് ഡൂം. അപ്പം തന്നെ ആ ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് വരികയാണ്. അപ്പോൾ ഇത് കണ്ടത് ഡൂം സൂസനോട് പറയാണ്, കണ്ടില്ലേ, ഇനി അവൻ നോക്കിക്കോളൂ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ഒറ്റയ്ക്കായിരുന്നില്ല അവിടെ വന്ന്. പുള്ളിയുടെ കൂടെ നമ്മുടെ മാർവൽ എർത്തിലെ ഹീറോസും നമ്മുടെ മേക്കർ ആൻഡ് ടീമിനെ എതിർത്ത് ഫൈറ്റ് ചെയ്യാൻ വരികയാണ്. അവരുടെ കൂട്ടത്തിൽ തന്നെ റീഡ് റിച്ചർഡ്സും വരികയാണ്. അങ്ങനെ ആ റീഡ് റിച്ചർഡ്സിനെ കണ്ടത് സൂസൻ്റെ മൈൻഡിൽ എന്തൊക്കെ ഒരു ഫീലിങ്സ് വരുന്ന പോലെ തോന്നുകയാണ്. അപ്പോൾ സൂസൻ ഡൂമിനോട് പറയാണ്, എന്താണെന്ന് അറിയുന്നില്ല വിക്ടർ, പക്ഷെ അവനെ കാണുമ്പോൾ എൻ്റെ മൈൻഡിൽ എന്തൊക്കെയോ വന്നു പോകുന്നു എന്ന് പറയാണ്. അങ്ങനെ റീഡിനെയും നമ്മുടെ ഹീറോസിനെയും ഒക്കെ കണ്ടപ്പോൾ ഡൂമിൻ്റെ തീരുമാനം പുള്ളി മാറ്റുകയാണ്. എന്നിട്ട് സൂസനോട് പറയാണ്, ഡോക്ടേഴ്സിനോടൊക്കെ റെഡി ആയിരുന്നോളം പറ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ആ ഫൈറ്റ് കിടക്കുന്ന അങ്ങോട്ട് പോവാണ് ഡൂം. അങ്ങനെ നമ്മുടെ ഡൂം ഉട്ടോപോളിസിലേക്ക് വന്ന് മൾട്ടിവേഴ്സിൽ നിന്ന് രക്ഷപ്പെട്ട ആ ഹീറോസിൻ്റെയും വില്ലന്മാരുടെയും മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഡൂം അവിടെയുള്ള നമ്മുടെ സൂപ്പർ ഹീറോസിനെ നോക്കി റിച്ചേർഡ്സ് എന്ന് പറഞ്ഞ ഒച്ച ഉണ്ടാക്കുകയാണ്. അപ്പോൾ മേക്കർ ചോദിക്കുകയാണ്, അല്ല ആ തെണ്ടി എന്നെയാണ് വിളിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. കാരണം വേറെ ഒന്നല്ല, പുള്ളി റീഡ് റിച്ചേർഡ്സ് ആണല്ലോ അൾട്ടിമേറ്റ് എടുത്തില്ലേ. അപ്പോൾ പുള്ളിയുടെ അടുത്തുള്ള മാക്സിമസ് പറയാണ്, അതിന് ചാൻസ് ഇല്ല എന്ന് പറയാണ്. അങ്ങനെ അപ്പം തന്നെ നമ്മുടെ ഡൂമിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ മാർവൽ എർത്തിലെ റീഡ് റിച്ചേർഡ്സ്, അതായത് മിസ്റ്റർ ഫാന്റാസ്റ്റിക് നടന്നു വരികയാണ്. അങ്ങനെ റീഡ് ഡൂമിനോട് ചോദിക്കുകയാണ്, സ്ട്രേഞ്ച് പറഞ്ഞതൊക്കെ ശരിയല്ല ഡൂം, ഈ ലോകം നിനക്കൊരു കിങ് ആയിരിക്കാൻ വേണ്ടി, നിൻ്റെ താഴെയുള്ളവരൊക്കെ നിൻ്റെ അടിമകളാക്കി ഇരിക്കാൻ വേണ്ടിയല്ലേ നീ ഉണ്ടാക്കിയെന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ഡൂം പറയാണ്,
ആർക്കും പറ്റാത്തത് ഞാൻ ചെയ്തു. എന്നെക്കൊണ്ട് പറ്റുന്നവയെല്ലാം ഞാൻ രക്ഷിച്ചു. ഞാനുണ്ടാക്കിയതാണ് ഈ യൂണിവേഴ്സ്. ഇതെല്ലാം എൻ്റെ സ്വന്തമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ഓഫർ തരാം. എൻ്റെ മുമ്പിൽ മുട്ടുകുത്തി വണങ്ങി എന്നെ ഒരു ദൈവമായിട്ട് അംഗീകരിച്ചോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ജീവൻ ഭിക്ഷയായിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ പവേഴ്സ് വെച്ചിട്ട് ആ ഹീറോസിനെയും വില്ലന്മാരെയും ഒക്കെ അറ്റാക്ക് ചെയ്യാണ് ഡൂം. അപ്പം തന്നെ നമ്മുടെ ഫീനിക്സ് ഫോഴ്സ് അബ്സോർബ് ചെയ്തിട്ടുള്ള സൈക്ലോപ്സ് ഡൂമിനെ അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ ആ ഫീനിക്സ് ഫോഴ്സിൻ്റെ അറ്റാക്ക് കാരണം നമ്മുടെ ഡൂമിൻ്റെ കവചം തന്നെ ഉരുകി ഒലിക്കാൻ തുടങ്ങി. അങ്ങനെ ഫീനിക്സ് ഫോഴ്സ് അബ്സോർബ് ചെയ്തിട്ട് ഓവർ പവർഡായിട്ട് മാറിയ നമ്മുടെ സൈക്ലോപ്സ് ഡൂമിനോട് പറയാണ്, നിന്റെ കരുണയൊന്നും ഞങ്ങൾക്ക് വേണ്ട. നീ എന്തോ വലിയതായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വെറും ഒരു മനുഷ്യൻ മാത്രമാണ്. പക്ഷേ ഞാനൊരു മ്യൂട്ടൻ്റാണ്. എന്നും മ്യൂട്ടൻസ് മനുഷ്യർക്ക് മുകളിലാണെന്ന് വലിയ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്ന അതേ ടൈമിൽ നമ്മുടെ ഡൂം എണീറ്റ് സൈക്ലോപ്സിൻ്റെ കഴുത്ത് പിടിച്ചൊരൊറ്റ തിരി. സൈക്ലോപ്സ് അവിടെ ഡെഡായി വീയാണ്. അങ്ങനെ ഫീനിക്സ് ഫോഴ്സ് അബ്സോർബ് ചെയ്തിട്ടുള്ള സൈക്ലോപ്സിനെ തന്നെ നമ്മുടെ ഡൂം കൊന്നിരിക്കുകയാണ്. ഇത് കണ്ടതും ഡോക്ടർ സ്ട്രേഞ്ചിന് മനസ്സിലാവാണ് ഇനി ഇവിടെ ബാക്കിയുള്ള സൂപ്പർ ഹീറോസിനും ആപത്താണെന്ന്. അങ്ങനെ അവിടെയുള്ള സൂപ്പർ ഹീറോസിനെയും വില്ലന്മാരെയും എല്ലാം അവിടുന്ന് വേറെ എങ്ങോട്ടോ ടെലിപ്പോർട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഡൂം സ്ട്രേഞ്ചിനോട് ചൂടായിട്ട് ചോദിക്കുകയാണ്, നീ അവരെ എങ്ങോട്ടാണ് അയച്ചതെന്ന് ചോദിക്കുകയാണ് ഡൂം. അപ്പോൾ സ്ട്രേഞ്ച് പറയാണ്, ഞാൻ അവരെ ഇവിടുന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് നിനക്കറിയാം. അവരോട്ട് നിൻ്റെ മുമ്പിൽ വണങ്ങാനും പോകുന്നില്ല, നീ അവരെ കൊല്ലും ചെയ്യും. അത് നടക്കാതിരിക്കാനാണ് ഞാൻ അവരെ ഇവിടുന്ന് മാറ്റിയെന്ന് പറയാണ്. അപ്പോൾ തന്നെ ഡൂം പറയാണ്, അതൊന്നും അറിയണ്ട, എനിക്ക് അവരെ ഇപ്പം ഇവിടെ കൊണ്ടുവരണം, വേഗം അവരെ ഇവിടെ കൊണ്ടുപോകാന്ന് പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ സ്ട്രേഞ്ച്, ഇല്ല ഞാൻ ചെയ്യില്ല എന്ന് പറയാണ്. അപ്പോൾ ഡൂം പറയാണ്, എന്നെ പരീക്ഷിക്കരുത് സ്ട്രേഞ്ച്, എൻ്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. മര്യാദയ്ക്ക് അവരെ ഇവിടെ കൊണ്ടുവരാനാണ് പറഞ്ഞതെന്ന് പറയാണ്. അപ്പോൾ സ്ട്രേഞ്ച് പറയാണ്, ഇല്ല, ഒരു കാലത്ത് അവരെൻ്റെ ഫ്രണ്ട്സായിരുന്നു, അവരെ ഞാൻ കൊലയ്ക്ക് കൊടുക്കില്ല എന്ന് പറയാണ്. ഇതൊക്കെ കേട്ടിട്ട് ചൂടായി പ്രാന്തായ ഡൂം പുള്ളിയുടെ അൾട്ടിമേറ്റ് പവേഴ്സ് എടുത്തിട്ട് സോസർ സുപ്രീമായ ഡോക്ടർ സ്ട്രേഞ്ചിനെ തന്നെ വളരെ കൊടൂരമായിട്ട് അങ്ങ് കൊന്നുകളയാണ്. ആദ്യം തന്നെ നമ്മുടെ ഡൂമിൻ്റെ കാസിലാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ എല്ലാ തോറും എല്ലാ ആൾക്കാരും ചേർന്ന് നമ്മുടെ മരിച്ചുപോയ ഡോക്ടർ സ്ട്രേഞ്ചിന് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. പക്ഷേ അവർക്ക് ആർക്കും ഇതുവരെ അറിയില്ല ഡൂമാണ് സ്ട്രേഞ്ചിനെ കൊന്നതെന്ന്. ആ തോറുകളുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ മാർവൽ എർത്തിൽ നിന്ന് വന്ന ലേഡി തോറും ഉണ്ട്. അതെങ്ങനെയാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? സ്ട്രേഞ്ച് ഓരോരുത്തരെ പല സ്ഥലത്തേക്കായിട്ട് ടെലിപ്പോർട്ട് ചെയ്തില്ലേ? അങ്ങനെ നമ്മുടെ ലേഡി തോർ എത്തിയിരിക്കുന്നത് ഈ തോറന്മാരുടെ ഗ്രൂപ്പിലാണ്. ബാക്കിയുള്ളവരെ എവിടെയാണെന്ന് പോകെ മനസ്സിലാവും. അപ്പോൾ അവിടെ ഒരുപാട് വയസ്സായിട്ടുള്ള ഒരു കളവൻ തോറ് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പൊക്കി അടിക്കുകയാണ്. ഈ ലോകം ഒന്നും അല്ലാതിരുന്ന സമയത്ത് ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് സേവിച്ച് ദൈവത്തെ സഹായിച്ച ഒരുത്തനായിരുന്നു സ്ട്രേഞ്ച്. വാൽഹാല എന്ന് പറയുന്ന ഒരു സ്ഥലം ദൈവങ്ങൾക്ക് മാത്രമല്ലാതെ ധൈര്യമായിട്ടുള്ളവർക്കും കൂടിയുള്ളതായിരുന്നെങ്കിൽ തീർച്ചയായും നീ അവിടേക്ക് തന്നെയായിരിക്കും പോയിട്ടുണ്ടാവാന്നൊക്കെ നമ്മുടെ സ്ട്രേഞ്ചിൻ്റെ പ്രതിമയെ നോക്കി പൊക്കി അടിക്കുകയാണ് ആ കളവന്തോറ്. അങ്ങനെ നമ്മുടെ സൂസൻ പുള്ളിയുടെ മകൻ ഫ്രാങ്ക്ലിൻ്റെ കയ്യിൽ ചെറിയൊരു പൂ പോലത്തെ ഒരു സാധനം കൊടുത്തിട്ട് നമ്മുടെ സ്ട്രേഞ്ചിനെ സമർപ്പിക്കാൻ പറയാണ്. അപ്പോൾ ആ ഫ്രാങ്ക്ലിൻ ആ പൂ നമ്മുടെ സ്ട്രേഞ്ചിൻ്റെ പ്രതിമേൻ്റെ മുമ്പിൽ വെച്ചതും ആ പ്രതിമയോട് പറയാണ്, സ്ട്രേഞ്ച്, നിങ്ങളെന്നും എനിക്കൊരു അങ്കിളിനെ പോലെയായിരുന്നു. നിങ്ങളെ കൊന്നവരെ എൻ്റെ കൈ കിട്ടിയ അവരെയെല്ലാം ഞാൻ എൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് പൊടിച്ച് ചാരാക്കുമെന്ന് പറയാണ്. ചെക്കൻ പറയുന്നതിനും കാര്യം കേട്ടോ, ചെക്കൻ സീനാണ്. അങ്ങനെ അതേ ദിവസം രാത്രി നമ്മുടെ ആ സ്ട്രേഞ്ചിൻ്റെ പ്രതിമയുടെ അടുത്തേക്ക് നമ്മുടെ ഡൂം വരാണ്. പക്ഷെ അവിടെ തന്നെ അതിന് മുമ്പേ നമ്മുടെ വെലേരിയ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വിഷമിച്ചിരിക്കുന്ന വെലേരിയനോട് നമ്മുടെ ഡൂം പറയാണ്, സ്ട്രേഞ്ചിനെ കൊന്നത് ആ മാർവൽ എർത്തിലെ ഹീറോസാണ്, നീ അവരെ കണ്ടുപിടിച്ച് എൻ്റെ മുന്നിൽ നിർത്തണം എന്ന് പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ വെലേരിയ, ഞാനത് ചെയ്തിരിക്കുന്നു പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. മിക്കവാറും സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭാര്യയും മക്കളും ഒക്കെ കൂടി ഇയാളെ പഞ്ഞുകളിലായിരിക്കും. അങ്ങനെ വെലേരി അവിടുന്ന് പോയതു അവിടെയുള്ള സ്ട്രേഞ്ചിൻ്റെ പ്രതിമയെ നോക്കി രണ്ട് തെറിയും വിളിച്ചിട്ട് അവിടെ താഴെ അണ്ടർഗ്രൗണ്ടിലേക്കുള്ള ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് ഡൂം. ആ പോർട്ടൽ ആ ബാറ്റിൽ വേൾഡിൻ്റെ സെൻറ്ററിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവിടെയാണ് നമ്മുടെ മോളിക്യൂൾ മാൻ ഉള്ളത്. പിന്നെ നമുക്ക് കുറച്ച് ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഈ എല്ലാ മൾട്ടിവേഴ്സും നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ബിയോണ്ടേഴ്സ് യൂസ് ചെയ്തിരുന്നത് ഈ മോളിക്യൂൾ മാൻ ആയിരുന്നു. അതായത് ഓരോ യൂണിവേഴ്സിലും ഈ ഓരോ മോളിക്യൂൾ മാൻ ഉണ്ടാവും. ആ മോളിക്യൂൾ മാൻ എല്ലാം പൊട്ടിത്തെറിക്കുമ്പോൾ ആ യൂണിവേഴ്സ് മൊത്തം നശിക്കും. അങ്ങനെയായിരുന്നു ഈ ബിയോണ്ടേഴ്സ് എല്ലാ മൾട്ടിവേഴ്സും നശിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇതൊക്കെ മനസ്സിലാക്കിയ നമ്മുടെ മാർവൽ എർത്തിലെ ഡോക്ടർ ഡൂമും ഡോക്ടർ സ്ട്രേഞ്ചും മോളിക്യൂൾ മാനും ആ ബിയോണ്ടേഴ്സിനെ തപ്പിപ്പോവാണ്. അതും മാത്രമല്ലാതെ ഇതുവരെ നശിക്കാത്ത എല്ലാ എർത്തിലെയും മോളിക്യൂൾ മാൻസിനെയും കൂട്ടിച്ചേർത്ത് ഇവർ 3 പേരും ആ മോളിക്യൂൾ മാൻസിനെയൊക്കെ വെച്ച് ഒരു ആറ്റം ബോംബ് പോലൊരു സാധനം ഉണ്ടാക്കി ആ മോളിക്യൂൾ മാൻസിനെ വെച്ചിട്ടാണ് ഇവർ ആ ബിയോണ്ടേഴ്സിനെ കൊല്ലുന്നത്. എന്നിട്ടാണ് ഡൂം ആ ബിയോണ്ടേഴ്സിൻ്റെ പവേഴ്സ് മൊത്തം പുള്ളിയുടെ ബോഡിയിലേക്ക് എടുക്കുന്നത്. അങ്ങനെ അവിടെ ആ ഫ്ലാഷ് ബാക്ക് കട്ടായിട്ട് നമ്മുടെ ഡൂം ആ മോളിക്യൂൾ മാനോട് പറയാണ്, സ്ട്രേഞ്ചിനെ ഞാൻ കൊന്നു. അപ്പോൾ തന്നെ നമ്മുടെ മോളിക്യൂൾ മാൻ പറയാണ്, ഓ നീ ഇപ്പോഴാണോ കൊന്നത്, നീ ഇതെല്ലാം ഇതിൻ്റെ അപ്പുറം ചെയ്യുന്നത് എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബളബളാന്ന് അവർക്കിടയിൽ എന്തോ കോൺവെർസേഷൻ പോവാണ്.
അങ്ങനെ അതേസമയം ഇപ്പുറത്ത് നമ്മുടെ വെലേരിയ പുള്ളിയുടെ ടീമിലുള്ള എല്ലാവർക്കും നമ്മുടെ ബാറ്റിൽ വേൾഡിലേക്ക് അതിക്രമിച്ച് കയറിയ നമ്മുടെ സൂപ്പർ ഹീറോസിനെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഓർഡർ കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ വെലേരിയൻ്റെ ടീമിലെ മിനിസ്റ്റർ വൈറ്റ് ചോദിക്കുകയാണ്, സ്ട്രേഞ്ച് ഒരു നല്ലവനാണ്, പുള്ളി എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. അങ്ങനെയുള്ള പുള്ളി എന്തിനായിരിക്കും പുള്ളീനെ തന്നെ കൊല്ലാൻ നോക്കിയവരെ അവിടുന്ന് രക്ഷിച്ച് ടെലിപ്പോർട്ട് ചെയ്ത് മാറ്റിയത്? അപ്പോൾ തന്നെ നമ്മുടെ വെലേരിയയ്ക്ക് എന്തോ ഡൗട്ട് അടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വെലേരിയ ആ ടീമിനോട് പറയാണ്, ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഫർദർ ഡീറ്റെയിൽസും എന്നോട് മാത്രം പറഞ്ഞാൽ മതി, വേറെ ആരുമായിട്ട് ഷെയർ ചെയ്യരുതെന്ന് പറയാണ്. പുള്ളിക്കാരത്തി അച്ഛനോട് പറയേണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ടെലിപ്പോർട്ട് ചെയ്ത് മാറ്റിയ എല്ലാ ഹീറോസും വില്ലന്മാരും പല പല സ്ഥലത്തായിട്ട് ചെതറിക്കിടക്കാണ്. അങ്ങനെ നമ്മുടെ ബ്ലാക്ക് പാന്തറും നെയ്മറും ഈജിപ്ഷ്യ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത്. നമ്മുടെ ക്യാപ്റ്റൻ മാർവൽ ആവട്ടെ സിനിസ്റ്ററിൻ്റെ കിണ്ടായ ബാർ സിനിസ്റ്ററിലും, നമ്മുടെ ലേഡി തോർ ആവട്ടെ നമ്മുടെ ഡൂം കാസിലിൽ, ബാക്കിയുള്ള എല്ലാ തോർ ആർമിക്കും കൂടെ. നമ്മുടെ ബ്ലാക്ക് സോൺ ആണെങ്കിൽ നമ്മുടെ ഡൂം കാസിലിന് നേരെ വന്നുകൊണ്ടിരിക്കുക. എന്തിനാണോ വരുന്നത്? നമ്മുടെ താനോസ് ആണെങ്കിലോ ഇടിഞ്ഞു പൊളിഞ്ഞു തകർന്ന ഷീൽഡിന് മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഇവിടെ ഈ ഇഷ്യൂ തീരുകയാണ്. ഇനി നമുക്ക് അടുത്ത ഇഷ്യൂ നോക്കാം, ഇപ്പം തന്നെ ബാ. അങ്ങനെ ഒരുപാട് നേരത്തെ അന്വേഷണത്തിന് ശേഷവും നമ്മുടെ മേക്കറുടെ ടീമിലുള്ള വില്ലന്മാരായ പ്രോക്സിമ മിഡ്നൈറ്റും കാർഗസ് ലൈവിനും നമ്മുടെ വെലേരിയയുടെ കയ്യിൽ കിട്ടുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കിട്ടിയ കാര്യം പുള്ളിക്കാരത്തിൻ്റെ ഡാഡിനോട് പറയാണ് വെലേരിയ. അങ്ങനെ ഇവരുടെ പേരെന്താണെന്ന് നമ്മുടെ വെലേരിയ അവിടെയുള്ള ഒരാളോട് ചോദിക്കുകയാണ്. അത് വേറെ ആരും ആയിരുന്നില്ല, ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ബ്ലാക്ക് സോൺ ആയിരുന്നു. നേരത്തെ നമ്മുടെ ബ്ലാക്ക് സോൺ ഡൂം കാസിലിന് നേരെ വന്നില്ലേ, അത് വേറെ ഒന്നുമല്ല, പുള്ളിക്കാരത്തി ഡൂമിൻ്റെ പവേഴ്സൊക്കെ കണ്ട് പേടിച്ചിട്ട് പുള്ളീനെ ആർക്കും എതിർക്കാനൊന്നും പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഡൂമിനെ കണ്ട് പുള്ളീനെ ഒരു കിങ് ആയിട്ട് അംഗീകരിച്ച് അവിടുത്തെ ഒരു അടിമയാവാൻ വേണ്ടി വന്നതാണ്. എന്തൊരു പേടിത്തൊണ്ടി അടി. അങ്ങനെ നമ്മുടെ ബ്ലാക്ക് സോൺ വെലേരിയനോട് പറയാണ്, അവരുടെ പേര് കാർഗസ് ലൈഫ് ആൻഡ് പ്രോക്സിമ മിഡ്നൈറ്റ്. അവർ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഇവർ രണ്ടുപേരും ദ മാഡ് ടൈറ്റൻ താനോസിൻ്റെ അടിയാളുകളാണെന്ന് നമ്മുടെ ഡൂമിനോടും വെലേരിയനോടും പറയാണ് ബ്ലാക്ക് സോൺ. അങ്ങനെ അതേസമയം നമ്മുടെ വെലേരിയയുടെ ടീം രണ്ട് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതിലൊന്ന് ഗോഡ് എംപറർ ഡൂമിന് പുള്ളിയുടെ ശക്തികൾ കിട്ടുന്ന ഒരു സ്ഥലവും, പിന്നെ മറ്റൊന്ന് ഈ മൊത്തം വേൾഡിനെ തന്നെ ചുറ്റി നടന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ഡ്രോൺസ്. അങ്ങനെ ഈ കാര്യങ്ങളൊന്നും ഡാഡിനോട് പറയാതെ വെലേരിയ അവിടുന്ന് പോവുകയാണ് ഇതിനെക്കുറിച്ച് ഫർദറായിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ആ ഡ്രോൺസ് എല്ലാം വന്നിരുന്നത് ആ ബാറ്റിൽ വേൾഡിലെ തന്നെ പ്രോജക്റ്റ് 42 എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തു നിന്നാണ്. ഇത് അയച്ചതോ വേറെ ആരുമല്ല, നമ്മുടെ മാർവൽ എർത്തിലെ റീഡ് റിച്ചേഴ്സായ മിസ്റ്റർ ഫാന്റാസ്റ്റിക്കും അൾട്ടിമേറ്റ് എർത്തിലെ റീഡ് റിച്ചേഴ്സായ മേക്കറും കൂടി ചേർന്നാണ്. അപ്പം നിങ്ങൾ വിചാരിക്കൂ വില്ലനും ഹീറോസ് എങ്ങനെയാണ് ടീമപ്പ് ആവുന്നത് അല്ലേ? ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നാണല്ലോ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്പൈഡർമാൻസിനാണ്. നമ്മുടെ മൈൽസ് മൊറാൽസും പീറ്റർ പാർക്കർ സ്പൈഡർമാനും കൂടി നമ്മുടെ ഡൂം കാസിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം ഇതിനു മുമ്പേ ആ ഡ്രോൺസ് വെച്ചിട്ട് വലിയൊരു പവർ സോഴ്സ് ഈ ഡൂം കാസിലിന് അടിയിലുണ്ടെന്ന് നമ്മുടെ രണ്ട് റീഡ് റിച്ചേഴ്സും കൂടി നമ്മുടെ സ്പൈഡർമാൻസിനോട് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഇവർ ആ റീഡ് റിച്ചേഴ്സ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അങ്ങനെ ഇവരവിടെ ഓരോന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവരുടെ മുമ്പിലേക്ക് നമ്മുടെ വെലേരിയ വന്നിട്ട്, നിങ്ങൾ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു എന്ന് പറയാണ്. അങ്ങനെ വെലേരിയനെ കണ്ടതും നമ്മുടെ പീറ്റർ പാർക്കർ സ്പൈഡർമാൻ ചോദിക്കുകയാണ്, ഹേ വെലേരിയ നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുകയാണ്. സംഭവം വേറെ ഒന്നല്ല, ഈ വേൾഡ് നോർമൽ ആയിരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ ഫ്രണ്ട്സ് ആയിരിക്കണം, അതായിരിക്കും. അപ്പോൾ തന്നെ നമ്മുടെ വെലേരിയ പറയാം, നീ എത്ര ഇറക്കാ, നിന്നെ എനിക്ക് അറിയില്ല എന്ന് പറയാണ്. അപ്പം നമ്മുടെ പീറ്റർ പാർക്കർ പറയാണ്, നിനക്കെന്നെ അറിയില്ലായിരിക്കും, പക്ഷേ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാമെന്ന് പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ മൈൽസ് മൊറാൽസ് ചോദിക്കുകയാണ്, അല്ല നീ ഞങ്ങളെ കണ്ടിട്ട് എന്താ ഞങ്ങളെ അച്ഛനെ പിടിച്ചു കൊടുക്കാത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ വെലേരിയ പറയാണ്, അച്ഛൻ പറഞ്ഞത് നിങ്ങളാണ് സ്ട്രേഞ്ചിനെ കൊന്നതെന്നാണ്, പക്ഷേ സ്ട്രേഞ്ച് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് നിങ്ങളെ ടെലിപ്പോർട്ട് ചെയ്ത് മാറ്റിയത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ സ്ട്രേഞ്ചിനെ കൊല്ലാൻ സാധ്യതയില്ല. അപ്പോൾ സ്ട്രേഞ്ച് മരിച്ചത് എങ്ങനെയാണ് അതെനിക്ക് അറിയണം, അതിന് ചിലപ്പോൾ എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ടി വരുമെന്ന് പറയാണ്. നിങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന അതേ പവർ സോഴ്സിനെ കുറിച്ച് അന്വേഷിക്കാൻ തന്നെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്തായാലും ശരി, നിങ്ങളകത്തേക്ക് പോയിക്കോ എന്ന് പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ സ്പൈഡർമാൻ പറയാണ്, എന്നാൽ ശരി, നീ അതിനെക്കുറിച്ച് അന്വേഷിക്കാനല്ല വന്ന്, എന്നാൽ നീയും വാന്ന് പറയാണ്. അപ്പം നമ്മുടെ വെലേരിയ പറയാണ്, ഇല്ല ഞാനില്ല, നിങ്ങൾ പൊക്കോ എന്ന് പറയാണ്. പക്ഷെ പോകുന്നതിന് മുമ്പ് വെലേരിയ ഒരു കാര്യം കൂടി അവസാനം കൺഫേം ചെയ്യുന്ന പോലെ ചോദിക്കുകയാണ്, നിങ്ങളല്ലല്ലോ സ്ട്രേഞ്ചിനെ കൊന്നതെന്ന്. അപ്പോൾ തന്നെ നമ്മുടെ രണ്ട് സ്പൈഡർമാനും പറയാണ്, അമ്മച്ചിയാണ് സത്യം, ഞങ്ങളല്ല കൊന്നതെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ രണ്ട് സ്പൈഡർമാനും കൂടി ആ പോർട്ടലിൽ കൂടെ ആ പവർ സോഴ്സ് ഉള്ള സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ ഇവരവിടെ എത്തിയതും അവിടെയുള്ള നമ്മുടെ മോളിക്യൂൾ മാനെ കാണുകയാണ്. അപ്പോൾ മോളിക്യൂൾ മാൻ ഇവരെ കണ്ടതും, ഓ നിങ്ങൾ പുറത്തുനിന്ന് വന്നിരിക്കുകയാണോ, അല്ല നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ മൈൽസ് മൊറാൽസ് എൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളീൻ്റെ കയ്യിലുള്ള ഒരു സാൻഡ്വിച്ച് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ മോളിക്യൂൾ മാൻ അത് വാങ്ങി ആർത്തിയോടെ തിന്നിട്ട്, എത്ര കാലമായി ഒരു സാൻഡ്വിച്ചൊക്കെ തിന്നിട്ടെന്ന് പറയാണ്. അങ്ങനെ അത് തിന്നുകൊണ്ട് നമ്മുടെ മോളിക്യൂൾ മാൻ ഇവരോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എന്തുണ്ടാക്കാൻ അപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം മൈൽസ് പറയാണ്, ആ ഡൂമിൻ്റെ എന്തോ ഒരു പവർ സോഴ്സ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു, അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഞങ്ങൾ വന്നതെന്ന് പറയാണ്. അപ്പം നമ്മുടെ മോളിക്യൂൾ മാൻ പറയാണ്, ഓ സില്ലി ബോയ്സ്, എടാ പൊട്ടന്മാരെ, ആ പവർ സോഴ്സ് തന്നെ ഞാനാണെന്ന് പറയാണ്.
അപ്പോൾ ഇത് കേട്ടത് നമ്മുടെ 2 സ്പൈഡർമാനും ആണോ എന്ന് പറഞ്ഞ് ഷോക്കാവുകയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാർ സിനിസ്റ്ററിലുള്ള നമ്മുടെ ക്യാപ്റ്റൻ മാർവലെയാണ്. അവിടുന്ന് സിനിസ്റ്റർ ക്യാപ്റ്റൻ മാർവലും തമ്മിൽ നല്ലൊരു ഫൈറ്റ് എടുക്കുകയാണ്. അങ്ങനെ സിനിസ്റ്ററിന് ക്യാപ്റ്റൻ മാർവലിൽ നിന്ന് 2 കിട്ടിയിട്ട് ക്യാപ്റ്റൻ മാർവൽ സിനിസ്റ്ററിന് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. സിനിസ്റ്ററിന് ഓൾറെഡി ഡൂമിനോട് കുറച്ച് ദേഷ്യം ഉള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ അംഗീകരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നാവുകയാണ്. എന്തോന്നട ഇത്, ഇങ്ങനെ ഓരോ വില്ലന്മാർ ഹീറോസും ഒന്നായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്ട്രേഞ്ചിൻ്റെ ആ മറിഞ്ഞടക്കുന്ന ഒരു ദ്വീപില്ല അഗമോട്ടോ. അങ്ങനെ അവിടേക്ക് നമ്മുടെ ബ്ലാക്ക് പാന്തറും നേമറും വരികയാണ്. പിന്നെയും വില്ലനും ഹീറോ ഒരുമിച്ച് വരുന്നു. അങ്ങനെ അവരതിൻ്റെ ഉള്ളിൽ കയറി ഒരു അണ്ടർഗ്രൗണ്ടിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ഹോളോഗ്രാം പോലത്തെ ഒരു സാധനം വരികയാണ്. അങ്ങനെ ആ ഹോളോഗ്രാം ഇവർ രണ്ടുപേരോടും പറയാണ്, നിങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് 2 കാരണങ്ങളായിരിക്കും ഉണ്ടാവുക. ഒന്ന്, ഞാൻ മരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഡൂമിന് എതിരായിട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങളിങ്ങോട്ട് കൊണ്ടുവന്നതും ഞാൻ തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെയുള്ള ആ 2 പെട്ടിയെടുത്ത് ഇവിടുന്ന് പോകണമെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ നേമർ അതിലുള്ള ഒരു പെട്ടി ഓപ്പൺ ചെയ്യാണ്. അതിലുണ്ടായിരുന്നത് നമ്മുടെ സ്ട്രേഞ്ചിൻ്റെ മാജിക് ടോർക്കാണ്. അതായത് അത് യൂസ് ചെയ്തിട്ട് എവിടേക്ക് വേണമെങ്കിലും പോർട്ടൽ ഓപ്പൺ ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ നമ്മുടെ ബ്ലാക്ക് പാന്തർ വേറൊരു പെട്ടി ഓപ്പൺ ചെയ്യാണ്. അങ്ങനെ ആ പെട്ടിയിൽ നിന്ന് പുള്ളി എടുക്കുന്ന സാധനം വേറെ ഒന്നും തന്നെ ആയിരുന്നില്ല, നമ്മുടെ ഇൻഫിനിറ്റി ഗോൺലെറ്റ് വിത്ത് സ്റ്റോൺസ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നേരത്തെ ഷീൽഡിന് മുമ്പിൽ വന്ന് നിന്ന് നമ്മുടെ താനോസ് ഇല്ലേ, ആ താനോസ് ആ ഷീൽഡിൽ ഒളിച്ചു താമസിച്ചിരുന്ന നമ്മുടെ ബെന്നിനോട് സംസാരിക്കുകയാണ്. അതായത് നമ്മുടെ തിങ്ങിനോട് സംസാരിക്കുകയാണ്. അങ്ങനെ അവിടെ ഒളിച്ചു താമസിച്ചിരുന്ന നമ്മുടെ തിങ്ങിന് നമ്മുടെ താനോസ് മോട്ടിവേഷൻ കൊടുക്കുകയാണ്. നിൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം അവൻ്റെ അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. നീ ഇതൊക്കെ കണ്ടിട്ട് ചുമ്മാതിരിക്കുന്നു, വാ എൻ്റെ കൂടെ, നമുക്ക് അവനെ എതിർത്ത് പോരാടാമെന്ന് പറയാണ്. വില്ലനാണോ ഇതൊക്കെ പറയുന്നത്? ഇപ്പോൾ വില്ലനാണോ ഹീറോ ആണോ ഇവിടെ ഹീറോ? അങ്ങനെ താനോസിൻ്റെ ഈ സ്പീച്ചൊക്കെ കേട്ടിട്ട് രോമാഞ്ച പൊളികതനായിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തിങ് അവിടുന്ന് എണീക്കുകയാണ്. അങ്ങനെ ഇതോടെ ഇവിടെ ഈ ഇഷ്യൂ തീരുകയാണ്. ഇപ്പം നമ്മുടെ തിങ്ങും താനസും ഒന്ന് ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ബ്ലാക്ക് പാന്തർ ഒന്ന് ചേർന്ന് ഇൻഫിനിറ്റി ഗോൺലെറ്റുമായിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ സിനിസ്റ്ററും ക്യാപ്റ്റൻ മാർവലും ചേർന്ന് ഡൂമിനെ എതിർക്കാൻ തയ്യാറായിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ 2 ചേർന്ന് ഡൂമിനെ എതിർത്ത് പോരാടാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ ആദ്യം തന്നെ ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ടുള്ള ഒരാളെ കാണിക്കുകയാണ്. അയാൾ അവിടെയുള്ള ജനങ്ങളോടൊക്കെ ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയാണ്. അതായത് ഡൂം ഒരു ദൈവമൊന്നല്ല, അവൻ വെറൊരു മനുഷ്യനാണ്, ഈ ലോകം മൊത്തം അവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയാണ് അവൻ ഉണ്ടാക്കിയെന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയാണ്. അങ്ങനെ ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി ജനങ്ങളൊക്കെ ഒറ്റക്കെട്ടായിട്ട് ഡൂമിനെ എതിർക്കാൻ തയ്യാറാവാണ്. അതുമാത്രമല്ലാതെ ഈ ന്യൂസ് ആ ബാറ്റിൽ വേൾഡ് മൊത്തം ഫ്ലാഷ് ആവാണ്. അതുകൊണ്ട് തന്നെ ഡൂമിനെ എതിർക്കുന്ന എല്ലാവരും ഡൂമിന് നേരെ പടയെടുത്ത് വരാൻ ഒരുങ്ങുകയാണ്. അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പരത്തിയ ആളുടെ ആ മാസ്ക് അയക്കുന്നത്. അത് വേറെ ആരും ആയിരുന്നില്ല, അത് നമ്മുടെ മേക്കറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാക്സിമസ് ആയിരുന്നു. ഇതൊക്കെ നമ്മുടെ 2 റീഡ് റിച്ചേർഡ്സിൻ്റെയും ഓരോ പ്ലാനായിരുന്നു. അങ്ങനെ ഈ മാക്സിമസ് എല്ലാ ജനങ്ങളെയും കണ്ട കമ്പിയും കടപ്പാരിയും ഒക്കെ എടുത്ത് ബാഹുബലിയെ പോലെ നമ്മുടെ ഡൂം ആർമിക്ക് നേരെ പോരാടുകയാണ്. അങ്ങനെ ഇതൊക്കെ നമ്മുടെ ഡൂമും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ ഡൂമിൻ്റെ കൂടെ ഇപ്പോൾ കാലുമാറിയ ബ്ലാക്ക് സോൺ പറയാണ്, ഞാൻ ഇറങ്ങണോ യജമാൻ എന്ന്. അപ്പോൾ അവിടെ ഉണ്ടായ സൂസൻ പറയാണ്, ഇതൊന്നും വലിയ പ്രശ്നമല്ലല്ലോ, ഇത് എപ്പോഴും ഉണ്ടാവുന്നില്ലേ, അതേപോലെ ജസ്റ്റ് ഒരു പ്രൊട്ടസ്റ്റ് ആയിരിക്കും എന്ന് പറയാണ് നമ്മുടെ സൂസൻ. അപ്പോൾ അവിടെ തന്നെയുള്ള നമ്മുടെ വെലേരിയ പറയാണ്, എനിക്ക് തോന്നുന്നില്ല മമ്മി ഇതെന്തോ ചെറിയ പ്രൊട്ടസ്റ്റ് ആണെന്ന്, ഇതെന്തോ ഒരു വലിയ യുദ്ധത്തിനുള്ള ഒരുക്കാണ്. അങ്ങനെ ഇവരിങ്ങനെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ 2 റീഡ് റിച്ചേർഡ്സിനെയാണ്. അപ്പോൾ നമ്മുടെ മേക്കർ റീഡ് നമ്മുടെ ഫാന്റാസ്റ്റിക് റീഡിനോട് ചോദിക്കുകയാണ്, അല്ല നിൻ്റെ പ്ലാൻ ശരിക്കും എന്താണെന്ന് ചോദിക്കുകയാണ്. എൻ്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്, പക്ഷെ അത് നടപ്പിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം വേണം, പിന്നെ ആ ഡൂമിൻ്റെ ശ്രദ്ധ അവിടുന്ന് മാറ്റവും വേണം. അപ്പം തന്നെ നമ്മുടെ റീഡ് നമ്മുടെ ടിച്ചാല അതായത് ബ്ലാക്ക് പാന്തറെ കോൺടാക്ട് ചെയ്യാണ്. അപ്പം തന്നെ നമ്മുടെ ടിച്ചാല പറയാണ്, യെസ് റീഡ്, ഞാൻ റെഡിയാണ്, നിങ്ങൾ റെഡിയാണോ എന്ന് ചോദിക്കുകയാണ്. ഇവർ തമ്മിൽ എന്തോ പ്ലാൻ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അതായിരിക്കും ഈ പറയുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ റീഡ് പറയാണ്, യെസ് ഞങ്ങൾ റെഡിയാണ് കിങ്, ബട്ട് ടീച്ചറാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടന്നില്ലെങ്കിൽ നമുക്കിനിയൊട്ട് തിരിച്ചു പോക്കില്ല, നമ്മളെല്ലാവരും മരിക്കേണ്ടി വരും എന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ ബ്ലാക്ക് പാന്തർ പറയാണ്, കാം ഓൺ റീഡ്, മരിക്കുന്നതൊന്നും എനിക്കൊരു പുത്തിരിയല്ല, ഞങ്ങളുടെ ആചാരപ്രകാരം മരണം എന്നത് പുതിയൊരു യാത്രയിലേക്കുള്ള തുടക്കം മാത്രമാണ്. അപ്പോൾ തന്നെ നമ്മുടെ റീഡ് റിച്ചേർഡ്സ് ഓക്കെ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ കോൾ കട്ട് ചെയ്യാണ്. അങ്ങനെ റീഡ് റിച്ചേർഡ്സ് പുള്ളീൻ്റെ പണിയെടുക്കുകയാണ്. നമ്മുടെ ബ്ലാക്ക് പാന്തർ നേരെ ഒരു വലിയ മതിലിൻ്റെ മുമ്പ് പോയി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ നേമറും ബ്ലാക്ക് പാന്തറും കൂടി ആ മതിൽ പൊട്ടിക്കുകയാണ്. ആ മതിലിൻ്റെ അപ്പുറത്തുണ്ടായിരുന്നത് വേറെ ഒന്നും ആയിരുന്നില്ല, മാർവൽ സോംബീസ് ആയിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ സോംബീസൊക്കെ എങ്ങനെയാണ് അവിടെ വന്നതെന്നല്ലേ? ഞാൻ പറഞ്ഞല്ലോ, പൊട്ടിച്ചെതിരെ പല മൾട്ടിവേഴ്സിൻ്റെ ഭാഗങ്ങൾ ചേർത്തിട്ടാണ് ഈ ബാറ്റിൽ വേൾഡ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ പല മൾട്ടിവേഴ്സുകളിലും സോംബീസും ഉണ്ടാവുമല്ലോ, ആ സോംബീസുകളെയൊക്കെ ഡൂം ഇങ്ങനെ ഒരു മതിലിൻ്റെ പുറത്തായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. അവരെയാണ് ഇപ്പോൾ അവിടുന്ന് നമ്മുടെ ബ്ലാക്ക് പാന്തർ പുറത്തു കൊണ്ടുവരാൻ പോകുന്നത്. അപ്പം തന്നെ നമ്മുടെ നേമർ പുള്ളി ആ പെട്ടിയിൽ നിന്ന് എടുത്ത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ മാജിക് ടോർക്ക് ഉപയോഗിച്ചിട്ട് അവിടെ ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്യാണ്. നമ്മുടെ ബ്ലാക്ക് പാന്തർ ടിച്ചാല ആ ഇൻഫിനിറ്റി സ്റ്റോൺസ് ഉപയോഗിച്ചിട്ട് ആ സോംബീസിനെല്ലാം ആ പോർട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുകയാണ്.
അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആ ഫൈറ്റ് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ നമ്മുടെ മാക്സിമസിൻ്റെ ആർമിനെയും നമ്മുടെ ഡൂം ആർമി ഡിഫീറ്റ് ചെയ്യാണ്. അപ്പം തന്നെ അവിടേക്ക് നമ്മുടെ ക്യാപ്റ്റൻ മാർവലും സിനിസ്റ്ററും അവരുടെ ആർമിയും കൊണ്ട് വരികയാണ്. അങ്ങനെ ഇവരവിടെ വന്ന് മരണ ഫൈറ്റ് ചെയ്യാണ്. അപ്പം തന്നെ അവിടെ പെട്ടെന്ന് ഒരു ബ്ലാസ്റ്റ് സംഭവിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു വരികയാണ് നമ്മുടെ അപ്പോക്കലിപ്സ്. ഈ സിനിസ്റ്റർ നമ്മുടെ ഡൂമിനെതിരായിട്ട് മാറിയത് കണ്ട നമ്മുടെ അപ്പോക്കലിപ്സ്, നീ ദൈവത്തിന് തന്നെ ദ്രോഹം ചെയ്തല്ലടാ നന്ദി കെട്ട നായെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിനിസ്റ്ററിന്റെ തല അങ്ങോട്ട് വെട്ടിയെടുക്കുകയാണ്. അങ്ങനെ പുറത്ത് ഈ ഫൈറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് നമ്മുടെ ഡൂം കാസിൽ നമ്മുടെ തോർ ആർമിക്ക് ഇടയിൽ തന്നെ ഒരു ഫൈറ്റ് നടക്കുകയാണ്. കാരണം അവരുടെ ഇടയിൽ കയറിക്കൂടിയ നമ്മുടെ മാർവൽ ഇടത്തിലെ ലേഡി തോർ ഡൂം ഒരു ദൈവമല്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡൂമിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്ന തോറുകൾ ഒരു ഗ്രൂപ്പായിട്ടു, അംഗീകരിക്കാത്ത തോറുകൾ വേറൊരു ഗ്രൂപ്പായിട്ട് മാറുകയാണ്. അങ്ങനെ ഡൂമിനെ അംഗീകരിക്കാത്ത കുറച്ച് തോറന്മാരുടെ ടീം ഉണ്ടാവില്ല, അവരെയും കൂട്ടിയിട്ട് നമ്മുടെ ലേഡി തോർ ആ ഫൈറ്റ്, അതായത് താഴെ നടക്കുന്ന ആ ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് താഴെ നമ്മുടെ ആ ഫൈറ്റ് നടക്കുന്ന സ്ഥലമാണ്. അവിടെ പെട്ടെന്ന് ആകാശത്ത് നമ്മുടെ ഷീൽഡിന്റെ ഹെലികാരിയർ പോലത്തെ ഒരു ഷിപ്പ് വരികയാണ്. ആ ഷിപ്പിലുണ്ടായിരുന്നത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ മൈസ്ട്രോ ഹൾക്കായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഡൂം ഒരു ദൈവമല്ല എന്നുള്ള കാര്യമൊക്കെ ഈ ലോകം മൊത്തം എല്ലാവരും അറിഞ്ഞെന്ന്. അങ്ങനെ ഡൂമിനെ എതിർക്കുന്നവരൊക്കെ ഡൂമിനെ നേരെ പടയെടുത്ത് വരികയാണ്. അങ്ങനെ വന്നിരിക്കുകയാണ് നമ്മുടെ മൈസ്ട്രോ ഹൾക്ക്. പുള്ളി ഒറ്റയ്ക്കല്ല വന്നത്, പുള്ളിയുടെ കൂടെ തന്നെ വേൾഡ് ബ്രേക്കർ ഹൾക്കുമാരുടെ ഒരു പടയും തന്നെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പം അതേസമയം അങ്ങോട്ട് ഒരു ഷിപ്പിൽ നമ്മുടെ 2 റീഡ് റിച്ചേഴ്സും നമ്മുടെ സ്റ്റാർലോഡും ആ ഡൂം കാസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഹൾക്കുമാർ ചാടി ചാട്ടത്തിൽ ഏതോ ഒരു ഹൾക്ക് ആ ഷിപ്പിന്റെ മുകളിൽ ചാടി ആ ഷിപ്പ് തകരുകയാണ്. അങ്ങനെ അവർ 3 പേരും ആ ഷിപ്പ് എവിടെയോ പോയി വീഴുകയാണ്. അങ്ങനെ അവിടെ വന്നാൽ നമ്മുടെ മൈസ്ട്രോ ഹൾക്ക് കടന്ന് നിലവിളിക്കാണ്, ഡാ ഡൂം എവിടെയാടാ നീ, പുറത്തേക്ക് പാടാ, നിന്റെ അന്ത്യം ഇന്ന് എൻ്റെ കൈകളിലാണെന്ന് പറയാണ്. അങ്ങനെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കാസിൽ നിന്ന് നമ്മുടെ ഡൂമും ഭാര്യയും മക്കളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടേക്ക് എന്തോ വന്ന് ഇടിച്ചിറങ്ങുന്ന പോലെ ഒരു സൗണ്ട് കേൾക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൂസൻ ചോദിക്കുകയാണ്, എന്താണ് ആ ശബ്ദം എന്ന്. അവിടെ തന്നെ നമ്മുടെ ബ്ലാക്ക് സോൺ, എനിക്ക് അറിയില്ല രാജ്ഞി, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് സോൺ അങ്ങോട്ട് പോവാണ്. ആ ശബ്ദം വേറെ ഒന്നും ആയിരുന്നില്ല, നേരത്തെ പൊട്ടി തകർന്ന നമ്മുടെ റീഡ് റിച്ചേഴ്സിൻ്റെ ആ ഷിപ്പില്ലേ അതാണ് വന്ന് അവിടെ ഇടിച്ചിറങ്ങിയിരിക്കുന്നത്. ഈ 2 റീഡന്മാരും ഇപ്പം അങ്ങോട്ട് വന്നിരിക്കുന്നത് നേരത്തെ നമ്മുടെ 2 സ്പൈഡർമാൻസും കൂടി കണ്ടുപിടിച്ച ഡൂമിൻ്റെ ആ പവർ സോഴ്സിൻ്റെ അടുത്തേക്കാണ്. അങ്ങനെ അവരവിടുന്ന് ആ പവർ സോഴ്സ് തപ്പി പോവാണ്. അപ്പം നമ്മുടെ മേക്കർ നമ്മുടെ സ്റ്റാർലോഡിനോട് പറയാണ്, ഞങ്ങൾ പോയി ആ പവർ സോഴ്സ് കണ്ടുപിടിച്ചിട്ട് വരാം, നീ അപ്പോഴേക്കും ഈ ഷിപ്പ് റെഡിയാക്കി വെക്കുമെന്ന് പറയാണ്. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് അവരവിടുന്ന് പോവാണ്. നമ്മുടെ സ്റ്റാർലോഡാണെങ്കിൽ ആ ഷിപ്പ് റെഡിയാക്കാൻ നോക്കുകയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ആ യുദ്ധക്കളാണ്. അവിടെ നമ്മുടെ ബെന്ന് ഒരു വലിയ രൂപമായിട്ട് അവിടെ മൊത്തം അടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ടുള്ള നമ്മുടെ ഫ്രാങ്ക്ലിൻ, അതായത് സൂസൻ്റെ മകൻ, വലിയൊരു ഗാലാക്ടസ് റോബോട്ടിനെ കൺട്രോൾ എടുത്തിട്ട് നമ്മുടെ ബെന്നുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വരികയാണ്. അങ്ങനെ ആ ഗാലാക്ടസ് റോബോട്ടുമായിട്ട് നമ്മുടെ ബെന്ന് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഈ ഫൈറ്റിൻ്റെ ഇടയിലേക്ക് ഒരാളും കൂടി വന്ന് ചേരുകയാണ്. അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ ദ മാഡ് ടൈറ്റൻ താനോസ് ആയിരുന്നു. പുള്ളി ഒറ്റയ്ക്കായിരുന്നില്ല വന്നത്, പുള്ളിയുടെ കൂടെ ദ അനൈലേഷൻ ആർമിയും കൊണ്ടായിരുന്നു താനോസ് അവിടെ വന്നത്. അങ്ങനെ നമ്മുടെ താനോസിന് ഈ ആർമീനെയൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഡൂം മതി, ഇനി ഇവരെ വിട്ടുകൂടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡൂം തന്നെ ആ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാണ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡൂം ആ യുദ്ധക്കളത്തിൽ ലാൻഡായിട്ട് നമ്മുടെ ഫ്രാങ്ക്ലിൻ കിടന്ന് നിലവിളിക്കുകയാണ്, എൻ്റെ അച്ഛൻ ഇറങ്ങിയടാ, ഇനി നിങ്ങളുടെയൊക്കെ കഥ കഴിയാൻ പോവാണെന്ന് പറയാണ്. അങ്ങനെ ഫ്രാങ്ക്ലിൻ ഡൂമിനെ അച്ഛാന്ന് വിളിച്ചപ്പോഴാണ് നമ്മുടെ ബെന്നിന് മനസ്സിലാവുന്നത്, എന്ത്, ഡൂം നിൻ്റെ അച്ഛനോ, അങ്ങനെയാണെങ്കിൽ നീ സൂസൻ്റെ മകനാണ്, നിന്നെ ഞാൻ ഫൈറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബെന്നൊന്ന് ബാക്ക് അടിക്കുകയാണ്. കിട്ടിയ ചാൻസിന് നമ്മുടെ ഫ്രാങ്ക്ലിൻ ആ റോബോട്ടിനെ വെച്ചിട്ട് ഒറ്റ കൂത്ത് നമ്മുടെ ബെന്ന് പൊട്ടിഞ്ഞ് പീസാവുകയാണ്. അങ്ങനെ ഇത് കണ്ടതും നമ്മുടെ സൂസൻ വിഷമിച്ച് കരയാണ്. കാരണം പുള്ളിക്കാരത്തിൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ബ്രദറിനെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്, അതും സ്വന്തം മകൻ കാരണം. ഇതിനാണ് പിള്ളേരെ അടിച്ചു വളർത്തുന്നതെന്ന് പറയുന്നത് കേട്ടാ. അപ്പോൾ തന്നെ നമ്മുടെ വിലയേറിയ നമ്മുടെ സൂസനോട് ഒരു കാര്യം ചോദിക്കുകയാണ്, അമ്മേ ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ സൂസൻ പറയാണ്, തീർച്ചയായും നീ എന്ത് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കുന്നു പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ വിലയേരിയ പറയാണ്, ശരി എന്നാൽ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിലയേരിയ സൂസനെയും കൊണ്ട് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബ്ലാക്ക് സോണെയാണ്. നേരത്തെ എന്താണ് ആ ശബ്ദം എന്ന് അന്വേഷിക്കാൻ പോയ ബ്ലാക്ക് സോൺ അതെന്താണ് കണ്ടുപിടിക്കുകയാണ്. അവിടെ നമ്മുടെ സ്റ്റാർലോഡിനെ ബ്ലാക്ക് സോൺ കാണുകയാണ്. അങ്ങനെ സ്റ്റാർലോഡിനെ കണ്ട അപ്പം തന്നെ നമ്മുടെ ബ്ലാക്ക് സോൺ ചോദിക്കുകയാണ്, നീ ഇവിടെ എന്ത് ചെയ്യുക, അല്ല നീ ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ സ്റ്റാർലോഡ് തിരിച്ചു പറയാണ്, എന്നോട് അത് ചോദിക്കാൻ തൂ കോൻ ഹേ എന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ബ്ലാക്ക് സോൺ പറയാണ്, ഞാൻ ദൈവത്തിന് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ മടിക്കാത്ത ഒരു അടിമയാണെന്ന് പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ സ്റ്റാർലോഡ് പറയാണ്, ഓ നീ അടിമയാണല്ലേ, എന്നാൽ പേടിക്കേണ്ട മോളെ, നീ വേഗം ഇവിടുന്ന് ഓടിപ്പോയിക്കോ, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പോയിക്കോളൂ എന്ന് പറയാണ്. ഇതൊക്കെ കേട്ടിട്ട് ചൂടായിട്ട് നമ്മുടെ ബ്ലാക്ക് സോൺ എന്താണ്ട ചലക്കിനെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റാർലോഡിനെ അടിച്ച് പപ്പടാക്കാണ്. അങ്ങനെ ശരിക്കും ബ്ലാക്ക് സോണിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ നമ്മുടെ സ്റ്റാർലോഡ് അടികൊണ്ട് നമ്മുടെ വേൾഡ് ട്രീൻ്റെ മുമ്പിൽ പോയി വീഴാണ്. എന്നിട്ട് പുള്ളിയുടെ കയ്യിലുള്ള ചെറിയൊരു മരക്കഷ്ണം പോലത്തെ ഒരു സാധനം എടുത്തിട്ട് നമ്മുടെ ബ്ലാക്ക് സോണിനോട് പറയാണ്, മതി നിർത്തിക്കോ, നീ നിൻ്റെ ലിമിറ്റ് കടന്നിരിക്കുകയാണ്, ഇനി നീ എന്നെ അടിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ഈ മരക്കഷ്ണം എടുത്ത് കുത്തുന്ന് പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ബ്ലാക്ക് സോൺ പറയാണ്, എന്ത്
ഈ ചെറിയൊരു മരക്കഷ്ണമാണോ എന്നെ കൊല്ലാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ സ്റ്റാർലോഡ് പറയാണ്, യു ആർ മിസ്റ്റേക്കൺ എന്ന് പറഞ്ഞിട്ട് ആ മരക്കഷ്ണം എടുത്ത് ആ വേൾഡ് ട്രീയിലെടുത്ത് കുത്തുകയാണ്. കുറച്ച് കഴിഞ്ഞത് അവിടെ എന്തൊക്കെ ഒരു ഭൂകമ്പം പോലെ പെട്ടെന്നൊരു സാധനം അവിടുന്ന് പൊട്ടി മുളച്ച് വരികയാണ്. ഐ ആം ഗ്രൂട്ട് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഗ്രൂട്ട് ആ മൊത്തം ഡൂം കാസിൽ ഇടിച്ച് തകർത്ത് നശിപ്പിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഫ്രാങ്ക്ലിൻ ആകെ പേടിക്കുകയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ 2 റീഡ് റിച്ചേർഡ്സും ആ പവർ സോഴ്സ് അന്വേഷിച്ച് പോവുകയാണ്. അവിടേക്ക് നമ്മുടെ സൂസനെയും കൊണ്ട് നമ്മുടെ വെലേരിയ വരികയാണ്. എന്നിട്ട് വെലേരിയ അവരെ കാണിച്ചിട്ട് ചോദിക്കുകയാണ്, അമ്മേ നിങ്ങൾക്ക് അവരെ അറിയുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ആ യുദ്ധങ്ങളാണ്. അവിടെ നമ്മുടെ ഡൂം ഒറ്റയ്ക്ക് ആ അനൈലേഷൻ ആർമിയെ മൊത്തം ഇടിച്ച് തകർത്തോണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ ഡൂമിന്റെ മുമ്പിലേക്ക് നമ്മുടെ താനോസ് ചാടി വീഴാണ്. അവിടെയാണ് ശരിക്കും ട്വിസ്റ്റ്. നമ്മൾ വിചാരിക്കും നെടുന്നുള്ളൻ ഡയലോഗ് ഒക്കെ അടിച്ചിട്ട് കുളമാക്കുമെന്ന്. ഇത് ഡൂം താനോസിന്റെ ചങ്കിനിട്ടൊരൊറ്റ കുത്ത്. അടുത്ത സെക്കൻഡ് തന്നെ താനോസ് മാറി എൽ താനോസായി മാറും. അങ്ങനെ താനോസിനെയും കൊന്ന് താനോസിന്റെ തലയോട്ടിയും കൈ പിടിച്ചിട്ട് ആരാടാ എന്നെ എതിർക്കാൻ ധൈര്യമുള്ളതെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ അവിടേക്ക് ആ പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ മാറൽ സോംബീസ് വരികയാണ്. അതിൻ്റെ പിന്നാലെ തന്നെ നമ്മുടെ ഇൻഫിനിറ്റി ഗോൺലെറ്റ് ആയിട്ട് നമ്മുടെ ബ്ലാക്ക് പാന്തർ നെയ്മറും വന്നിട്ട് പറയാണ്, ഞങ്ങൾ ഉണ്ടടാന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ ഡൂം നമ്മുടെ ബ്ലാക്ക് പാന്തറിനോട് നെയ്മറിനോടും പറയാണ്, ഈ സോംബീസിനൊക്കെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങളുടെ പ്ലാനാണോ? എന്താണെങ്കിലും അതൊക്കെ വെറും വേസ്റ്റാണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരു രാജ്യത്തിന് കിങ് ആയിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഞാനൊരു ഓഫർ തരാം. മര്യാദയ്ക്ക് എൻ്റെ പക്ഷത്തേക്ക് വന്നോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ അറ്റ്ലാന്റിസും പുതിയൊരു വക്കാണ്ടിയും ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ നെയ്മറും ബ്ലാക്ക് പാന്തറും പറയാണ്, എന്ത് ഞങ്ങളുടെ അറ്റ്ലാന്റിസും വക്കാണ്ടി നീ ഉണ്ടാക്കി തരുന്നോ? അതുപോലൊരു ഹിസ്റ്റോറിക് ആയിട്ടുള്ളൊരു സ്ഥലം ഉണ്ടാക്കാൻ നീ എന്നല്ല അതാർക്കും സാധിക്കില്ല. ഞങ്ങളെന്താ നിന്റെ ബൊമ്മകളാക്കാന്ന് വിചാരിച്ചോ? ഞങ്ങൾ മരണം വരെ നിന്നെ എതിർത്ത് പോരാടുന്നു പറഞ്ഞിട്ട് ബ്ലാക്ക് പാന്തറിൻ്റെ കയ്യിലുള്ള ഇൻഫിനിറ്റി സ്റ്റോൺസ് കൊണ്ട് നമ്മുടെ ഡൂമിനെ അറ്റാക്ക് ചെയ്യാണ്. ഡൂം അപ്പം തന്നെ ചില്ല് പോലെ ഉറഞ്ഞു പോവാണ്. നമ്മുടെ നെയ്മറാണെങ്കിൽ പുള്ളിയുടെ ട്രൈഡൻറ്റ് ഉപയോഗിച്ച് ആ ചില്ല് പോലെ മാറി നമ്മുടെ ഡൂമിനെ അടിച്ച് പൊട്ടിക്കുകയാണ്. ഡൂം അങ്ങനെ പീസായി പൊട്ടി വീഴാണ്. പക്ഷേ അപ്പം തന്നെ നമ്മുടെ ഡൂം വീണ്ടും ഒന്നായി വന്നിട്ട് ഈ ഇൻഫിനിറ്റി സ്റ്റോൺസിന് പോലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ നമ്മുടെ നെയ്മറിനെ അടിച്ച് തെറിപ്പിക്കുകയാണ്. നമ്മുടെ ബ്ലാക്ക് പാന്തറിൻ്റെ കയ്യിൽ ഇൻഫിനിറ്റി ഗോൺലെറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഡൂമായിട്ട് ഫൈറ്റ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ മരണ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ 2 റീഡ് റിച്ചേർഡ്സിനെയാണ്. ഇവർ രണ്ടുപേരും നമ്മുടെ ഡൂമിൻ്റെ പവർ സോഴ്സ് അന്വേഷിച്ച് പോയിരിക്കുകയാണല്ലോ. അപ്പം തന്നെ ഇവരെ കണ്ടുപിടിച്ചത് നമ്മുടെ സൂസനും വെലേരിയും. ഹേ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് സൂസൻ നമ്മുടെ ഫെൻറ്റാസ്റ്റിക് റീഡിനോട് ചോദിക്കുകയാണ്, ഹേ നിന്നെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്, എടാ നീയല്ല സ്റ്റീഫനെ കൊന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ റീഡ് പറയാണ്, ഞാനല്ല സ്റ്റീഫനെ കൊന്നത് നിങ്ങളൊക്കെ ദൈവം എന്ന് പറയുന്ന ആ ഡൂമാണെന്ന് പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ സൂസൻ പറയാണ്, എന്ത് ദൈവം സ്ട്രേഞ്ചിനെ കൊന്നെന്നോ? ഇല്ല ഞാനിത് വിശ്വസിക്കില്ല എന്ന് പറയാണ്. അപ്പം നമ്മുടെ റീഡ് പറയാണ്, സത്യമാണ്, നിങ്ങളിപ്പോൾ ഈ ജീവിക്കുന്ന ജീവിതം നിങ്ങളുടേതല്ല, ഞാൻ ജീവിക്കുന്നതും എൻ്റെ ജീവിതമല്ല, നമ്മളെല്ലാം വെച്ച് ആ ഡൂം കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ സൂസൻ ചോദിക്കുകയാണ്, അല്ല അപ്പം നീ ശരിക്കും ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ റീഡ് പറയാണ്, എൻ്റെ പേര് റീഡ് റിച്ചേർഡ്സ്, ഞാനാണ് നിങ്ങളെല്ലാം ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ വന്നിരിക്കുന്നവൻ എന്ന് പറയാണ്. അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് നമ്മുടെ 2 റീഡ് റിച്ചേർഡ്സും ആ പോർട്ടലിൽ കൂടെ ആ പവർ സോഴ്സ് ഉള്ള സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഇവരവിടെ എത്തിയത് അവിടെയുള്ള നമ്മുടെ മോളിക്യൂൾ മാൻ ചോദിക്കുകയാണ്, ഓ വന്നല്ലേ, വാ വാ വാ, അല്ല നിങ്ങൾ എനിക്ക് തിന്നാൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ ഫെൻറ്റാസ്റ്റിക് റീഡ് പറയാണ്, ഇല്ല ഞങ്ങളൊന്നും നിനക്ക് കഴിക്കാനൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഐ എം സോറി എന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ മേക്കർ റീഡ്, നിൽക്കേ ഞാനൊരു സാധനം എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഡിഷ് എടുത്തിട്ട് നമ്മുടെ റീഡിനെ, അതായത് നമ്മുടെ ഫെൻറ്റാസ്റ്റിക് റീഡിനെ ഒരു കുരങ്ങനാക്കി മാറ്റാണ്. എന്നിട്ട് പുള്ളി നമ്മുടെ റീഡിനോട് പറയാണ്, നേരത്തെ നീ പുറത്ത് നിൻ്റെ ഭാര്യേനോടും മക്കളോടും എന്തോ കിടന്ന് ഒലിപ്പിക്കുന്നത് കണ്ടല്ലോ, എനിക്കാണെങ്കിൽ ഈ ഇമോഷൻസ് ഒന്നും തീരെ ഇഷ്ടമല്ല. എന്ത് നീയാണ് ഇവരെ രക്ഷിക്കാൻ വന്ന ദൈവമെന്നോ? അത് ഞാനാണെന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടും കേട്ടും നിൽക്കുന്ന നമ്മുടെ മോളിക്യൂൾ മാൻ പറയാണ്, എന്ത് നിനക്ക് ഇമോഷൻസ് ഇഷ്ടമല്ലെന്നോ? ബട്ട് ഐ ലൈക്ക് ഇറ്റ് ആൻഡ് ഐ കാണ്ട് അവോയ്ഡ് ഇറ്റ്. അതും പറഞ്ഞുകൊണ്ട് നമ്മുടെ മേക്കർ റീഡിനെ വെട്ടി പീസാക്കി മാറ്റുകയാണ്. എന്നിട്ട് നമ്മുടെ കുരങ്ങനായി മാറിയ നമ്മുടെ ഫെൻറ്റാസ്റ്റിക് റീഡിനെ വീണ്ടും മനുഷ്യനാക്കി കൊണ്ടുവരികയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആ യുദ്ധങ്ങളാണ്. അവിടെ നമ്മുടെ ബ്ലാക്ക് പാന്തർ അടി കൊണ്ട് ഏതാണ്ട് അവശനായി കിടക്കുകയാണ്. അപ്പം നമ്മുടെ ഡൂം പറയാണ്, നിർത്തിടിച്ചാലാ, നിൻ്റെ കയ്യിൽ ഇൻഫിനിറ്റി സ്റ്റോൺസ് അല്ല എന്തുണ്ടെങ്കിലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പം നമ്മുടെ ബ്ലാക്ക് പാന്തർ പറയാണ്, എനിക്കറിയാം നിന്നെ ആർക്കും ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്, എന്നിട്ടും ഞങ്ങൾ ഇതൊക്കെ ചെയ്തെന്തിനാണ്? നിൻ്റെ ശ്രദ്ധ തിരിക്കാൻ. ഞങ്ങളത് സക്സസ്ഫുള്ളായിട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് നമ്മുടെ ഡൂമിന് മനസ്സിലാവുന്നത് ഇവന്മാർ വേറെ എന്തൊക്കെ പ്ലാനും ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പം തന്നെ അവിടുന്ന് വേഗം ഓടി നമ്മുടെ മോളിക്യൂൾ മാനുള്ള സ്ഥലത്തേക്ക് ഓടിപ്പോവാണ് നമ്മുടെ ഡൂം. അപ്പോൾ ഡൂം അതിൻ്റെ മുമ്പിലേക്ക് എത്തിയത് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന നമ്മുടെ സൂസൻ ഡൂമിനെ കണ്ട് ചോദിക്കുകയാണ്, ഡൂം
ഇതിനു മുമ്പേ പോയവന്മാർ പറഞ്ഞതൊക്കെ ശരിയാണോ? നീ ഞങ്ങളെയൊക്കെ ചതിക്കായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഡൂം പറയാണ്, എനിക്കിപ്പോൾ ഇതിനൊന്നും മറുപടി വരാൻ സമയമില്ല, പക്ഷേ ഞാൻ തിരിച്ചു പറഞ്ഞ് നിന്നോട് ക്ഷമ ചോദിക്കുന്നു പറയാണ്. എന്നിട്ട് പുള്ളി അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. അങ്ങനെ ഉള്ളിൽ ചെന്ന നമ്മുടെ ഡൂം അവിടെയുള്ള നമ്മുടെ റീഡ് റിച്ചേഴ്സിനെ കാണുകയാണ്. അപ്പോൾ അവിടെയുള്ള റീഡിനോട് ഡൂം പറയാണ്, എന്താടാ നീ എൻ്റെ ജീവിതം എന്നിൽ നിന്ന് എടുക്കാൻ നോക്കുകയാണോ? നിന്നെക്കൊണ്ട് അത് പറ്റില്ല, നിന്നെ ഞാൻ അതിന് സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് നിൻ്റെ മരണം എൻ്റെ കയ്യിലാന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു സ്നാപ്പ് ചെയ്യാണ്. പക്ഷെ ഒന്നും പറ്റിയില്ല. അപ്പോൾ തന്നെ നമ്മുടെ മോളിക്യൂൾ മാൻ ഡൂമിനോട് ചോദിക്കുകയാണ്, അല്ല നീയെങ്കിലും എനിക്ക് എന്തെങ്കിലും തിന്നാൻ കൊണ്ടുവന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഡൂം പറയാണ്, ഇല്ല ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ മോളിക്യൂൾ മാൻ പറയാണ്, നീയും ഒന്നും കൊണ്ടുവന്നിട്ടില്ല, മറ്റവനും ഒന്നും കൊണ്ടുവന്നിട്ടില്ല, എന്നാൽ പിന്നെ ഈ പവേഴ്സ് ആർക്ക് വേണമെന്ന് നിങ്ങൾ തന്നെ തല്ലിപ്പിടിച്ച് തീരുമാനിച്ചോന്ന് പറയാണ്. അങ്ങനെ അവിടെ നമ്മുടെ റിച്ചേർഡ്സും ഡൂമും അവരുടെ സ്വന്തം പവേഴ്സ് യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ആ ഫൈറ്റിൻ്റെ ഇടയിൽ നമ്മുടെ റീഡ് പറയാണ്, നീ എൻ്റെ ജീവിതം എന്നിൽ നിന്ന് എടുത്തു, എൻ്റെ കുടുംബത്തെ എടുത്തു, എല്ലാം നീ എന്നിൽ നിന്ന് എടുത്തു എന്ന് പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഡൂം പറയാണ്, ഞാനൊന്നും നിന്നിൽ നിന്ന് എടുത്തിട്ടില്ല, എല്ലാം എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറയാണ്. അപ്പം നമ്മുടെ റീഡ് പറയാണ്, നീ എന്ത് ചെയ്താലും നീ ഒരു ശരിക്കുള്ള ദൈവം ആവില്ല എന്ന് പറയാണ്. അപ്പം നമ്മുടെ ഡൂം ഒരു കളിയാക്കുന്ന പോലെ ചോദിക്കുകയാണ്, പിന്നെ എൻ്റെ ശക്തി നിനക്ക് കിട്ടിയാൽ നീയാണോ നന്നായിട്ട് ഭരിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ അതിന് മറുപടിയായിട്ട് നമ്മുടെ റീഡ് പറയാണ്, അതേടാ നിന്നെക്കാളും നന്നായിട്ട്, വളരെ നന്നായിട്ട് ഞാൻ ഭരിച്ചേനെന്ന് പറയാണ്. അപ്പം നമ്മുടെ മോളിക്യൂൾ മാൻ പറയാണ്, അപ്പോൾ ഡൂം ശരിക്കും അല്ല ഭരിച്ചതെന്ന് നീ പറയാണ്, അത് നീ ഇപ്പോൾ സമ്മതിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡൂം. അപ്പം തന്നെ നമ്മുടെ ഡൂം, അല്ല ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മോളിക്യൂൾ മാൻ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അങ്ങനെ അപ്പം തന്നെ നമ്മുടെ ഡൂം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മൊത്തം വേൾഡ് നശിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ പിന്നെ ആ യുദ്ധക്കളത്തിലുള്ള നമ്മുടെ ബ്ലാക്ക് പാന്തർ ഒന്ന് എണീറ്റ് നിൽക്കുമ്പോഴേക്കും പുള്ളിയുടെ മനോഹരമായ ആ വക്കാണ്ടയിൽ എത്തിയിരിക്കുകയാണ്. ഇത് കണ്ടതും ബ്ലാക്ക് പാന്തറിന് ഒരുപാട് സന്തോഷമാവുകയാണ്. പിന്നെ കാണിക്കുന്നത് ന്യൂയോർക്കാണ്. അവിടെ നമ്മുടെ 2 സ്പൈഡർമാനും കാണിക്കുകയാണ്. അതായത് നമ്മുടെ അൾട്ടിമേറ്റ് എർത്തിലെ മൈൽസ് മൊറാൽസിനെയും മാർവൽ എർത്തിലെ പീറ്റർ പാർക്കറിനെയും കാണിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഇവർ രണ്ടുപേരും ഒരു സെയിം യൂണിവേഴ്സിൽ എത്തിയെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? നമ്മുടെ മൈൽസ് മോളിക്യൂൾ മാനിന് ഒരു സാൻഡ്വിച്ച് കൊടുത്തില്ലേ, അതുകൊണ്ടാണ് മൈൽസിനെ ഒരു ഫേവറായിട്ട് പുള്ളിയുടെ ഫാമിലി എല്ലാം ഈ മാർവൽ എർത്തിലേക്ക് തന്നെ മാറ്റിയത് നമ്മുടെ മോളിക്യൂൾ മാൻ. അങ്ങനെ ഇവിടെ മുതലാണ് നമ്മുടെ മൈൽസും പീറ്റർ പാർക്കറും സെയിം യൂണിവേഴ്സിലാവുന്നത്. പിന്നെ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ ടീം, അതായത് നമ്മുടെ സൂസൻ, വെലേരിയ, ഫ്രാങ്ക്ലിൻ, റിച്ചർഡ്സ് അവരൊക്കെ ഉണ്ടല്ലോ, അവർ ഒരു ഗോഡ് ഫാമിലി ആയിട്ട് മാറുകയാണ്. അതായത് ഇനി ഉണ്ടാകുന്ന ഓരോ മൾട്ടിവേഴ്സും ഓരോ യൂണിവേഴ്സും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കേണ്ടത് ഇവരുടെ ചുമതലയാണ് ഇനി മുതൽ. പിന്നെ കാണിക്കുന്നത് ഒരു പാലസാണ്. ആ പാലസിൽ നിന്ന് തോറ്റ് തുന്നം പാടിയ നമ്മുടെ വിക്ടർ ഡൂം പുറത്ത് വരികയാണ്. പുള്ളി തോറ്റുപോയി എന്നുള്ള ആ ചിന്തയോടെ തന്നെ പുള്ളിയുടെ ആ മാസ്ക് അങ്ങ് ഊരുകയാണ്. അത് ഊരിയപ്പോഴോ പുള്ളിയുടെ മുഖം മൊത്തം റെഡിയായിരിക്കുകയാണ്. ഇത് കണ്ടത് ഒരുപാട് ചിരിച്ച് സന്തോഷപ്പെട്ടിട്ട് നമ്മുടെ ഡൂം പറയാണ്, ഇത് കൊള്ളാലോ, എല്ലാവർക്കും നല്ല തന്നെയാണല്ലോ നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ചിരിയും ചിരിച്ച് അവിടെ ഈ കോമിക്സ് തീരുകയാണ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, അതായത് നമ്മുടെ ഡൂം അല്ലേ ഗോഡ്, പിന്നെ എങ്ങനെയാണ് മോളിക്യൂൾ മാൻ വിചാരിച്ചിട്ട് ഈ യൂണിവേഴ്സ് മൊത്തം മാറി മറിയുന്നത് അല്ലേ? സത്യം പറഞ്ഞാൽ മോളിക്യൂൾ മാനാണ് ഈ പവേഴ്സ് എല്ലാം കിട്ടിയിരിക്കുന്നത്. ആ മോളിക്യൂൾ മാനെ കൺട്രോൾ ചെയ്ത് ഒരു പവർ സോഴ്സ് ആക്കി വെച്ചിട്ടാണ് ഡൂം ഈ കാണുന്നതൊക്കെ ചെയ്തു കൂട്ടിയത്. എന്നാൽ ഡൂമും റിച്ചർഡ്സും തമ്മിലുള്ള ഒരു ഫൈറ്റിൽ ഡൂമിൻ്റെ വായന അറിയാതെ എന്നെക്കാളും നല്ലോണം പിന്നെ നീയാണോ ഭരിക്കുക എന്നുള്ള ഒരു ചോദ്യം വരികയോ അത് റിച്ചർഡ്സ് സമ്മതിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ മോളിക്യൂൾ മാൻ്റെ ഈ പവേഴ്സ് മൊത്തം നമ്മുടെ റീഡിന് കൊടുക്കുകയാണ്. അങ്ങനെ പിന്നെ റീഡാണ് ഗോഡായി മാറുന്നത്. അതുകൊണ്ടാണ് പുള്ളിയും പുള്ളിയുടെ ഫാമിലിയൊക്കെ പിന്നെ ഗോഡ് ഫാമിലിയായി മാറുന്നത്. എന്നിട്ട് അത്രേ ഉള്ളൂ.